السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. من المؤمنين رجال صدقوا ما عاهدوا الله عليه، فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ബഹുമാനിരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സംഘാടകരെ, പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തുകളിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ആരാധനകളും പ്രാർത്ഥനകളുമായി മുഴുകി ഇരിക്കേണ്ട വിശേഷപ്പെട്ട സമയമാണ് ഇത് എന്ന് ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ നമ്മളാരും ഓർക്കാതെ പോകരുത്. അവസാനത്തെ പത്തുകളെങ്കിലും നമ്മുടെ സഹോദര സഹോദരിമാർക്ക് എഴുത്തിക്കാഫിനും പ്രാർത്ഥനകളിൽ നിരതരാവാനും വേണ്ടി മാറ്റിവെക്കലായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ഈ പരിശുദ്ധമായ നാളുകളിൽ നമുക്ക് കൂടുതൽ അള്ളാഹുവിനോട് പറയാനുള്ളത് മാപ്പിന് വേണ്ടി ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, എന്താണ് റസൂലേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്, കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് തരുന്നവനാണ്, മാപ്പ് ഇഷ്ടപ്പെടുന്നവനുമാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ കൂടുതൽ മാപ്പിരക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നർത്ഥം. ഈ നല്ല നാളുകൾ ഒരിക്കലും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ കഴിഞ്ഞു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മിമ്പറിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒന്നാമത്തെ സ്റ്റെപ്പ് കയറാൻ കാലെടുത്ത് വച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. സഹാബിമാർക്ക് ഈ ആമീൻ പിടുത്തം കിട്ടിയില്ല. ആരോടാണ്, എന്തിനാണ് ഉറക്കെ ആമീൻ പറയുന്നത് എന്ന് സഹാബിമാർ മനസ്സിലായില്ല അവർക്ക്.
റസൂലുള്ളാഹിനോട് പിന്നീട് അവർ അത് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സമയമായിരുന്നു ഞാനങ്ങോട്ട് കയറുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നതായി എനിക്ക് ബോധ്യപ്പെട്ടത്. ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ അവൻ മോശമാണ്, അവനെ അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ബർക്കത്തിൽ നിന്ന് അകറ്റി നിർത്തട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതിരുന്നത് കണ്ടപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഖുൽ ആമീൻ, ആമീൻ എന്ന് പറ, ഉറക്കെ ആമീൻ എന്ന് പറയാം. അങ്ങനെ ഞാൻ ഒന്നാമത്തെ ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉമ്മയും ഉപ്പയും വാർദ്ധക്യമായി സുഖമില്ലാതെ നമ്മുടെ ഒരാളുടെ കീഴിൽ ജീവിച്ചിരുന്നിട്ട് ആ ഉമ്മ ഉപ്പയുടെ പൊരുത്തവും ഗുരുത്വവും വാങ്ങി അവർ കാരണത്താൽ സ്വർഗത്തിൽ കടക്കാൻ കഴിയാത്തവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, പറ ആമീൻ എന്ന് പറയാം. ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത അഥവാ ആമീൻ പോലും അവർക്ക് വേണ്ടി പറയാൻ അനുമതി കിട്ടാത്ത ആ റസൂലുള്ളാഹ് ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുള്ള നമ്മളെപ്പറ്റിയാണ് ആ ആമീൻ പറഞ്ഞത്. അബ്അദഹുല്ലാഹ്, മാതാപിതാക്കളുണ്ടായിട്ട് അവരോട് നല്ല നിലക്ക് പെരുമാറി അവരുടെ ഗുരുത്വം വാങ്ങി അവരുടെ ഇഷ്ടം സമ്പാദിച്ച് മരിക്കാൻ കഴിയാത്ത ആൾ അബ്അദഹുല്ലാഹ്, അള്ളാഹു അവനെ അകറ്റട്ടെ എന്ന് ജിബ്രീൽ എന്നോട് എന്നെ കേൾക്കെ പ്രാർത്ഥിക്കുകയും ആമീൻ പറയിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് രണ്ടാമത്തെ ആമീൻ പറഞ്ഞത്. മൂന്നാമത്തെ ആമീൻ പറഞ്ഞത് എന്തിനാണ് എന്ന് റസൂല് വിവരിക്കുകയാണ്. ഒരാൾ മൻ അദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു അബ്അദഹുല്ലാഹ്, റമളാനിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ആ റമളാനിനെ നേരെ ചൊവ്വേ ഉപയോഗപ്പെടുത്തി സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം ഒരുക്കാത്ത ഒരാൾ ഫലം യുഗ്ഫർ ലഹു, ഈ റമളാനിൽ 30 29 ദിവസം ജീവിച്ചിരുന്നിട്ടും പാപം പുറത്തു കിട്ടാത്ത ഒരു മനുഷ്യനെ അബ്അദഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ ബർക്കത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും എന്നോട് പറഞ്ഞു, ഖുൽ ആമീൻ, ആമീൻ എന്ന് പറ, ഉറക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ഒന്നും രണ്ടും ആമീനുകൾ നമുക്ക് പ്രസക്തമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടതും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇതാണ്. ഈ റമളാൻ 23 കഴിഞ്ഞു. നമുക്കൊക്കെ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടായിരിക്കുമോ? നമ്മളെ അള്ളാഹു ഈ 23 കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇത് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. മഹാന്മാരായ താബിഉകൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ റമളാൻ വരുന്നതിൻ്റെ 6 മാസക്കാലം മുമ്പ് മുതൽ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ ഞങ്ങളുടെ ആയുഷ്കാലം റമളാനിലേക്ക് അങ്ങോട്ട് എത്തിച്ചു തരയണമേ, ഞങ്ങളുടെ ആയുസ്സിനെ റമളാനിലേക്കാണ്ട് ചാടിച്ചു തരയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് റമളാൻ കഴിഞ്ഞാലും അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമളാൻ, അല്ലാഹുവേ റമളാനിൽ ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ചു തരയണമേ, ഞങ്ങൾക്ക് സ്വീകരിച്ച് പ്രതിഫലം നൽകണമേ എന്ന് ഞങ്ങൾ റമളാൻ കഴിഞ്ഞിട്ട് 6 മാസക്കാലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത്രമാത്രം സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് അവർ ഈ റമളാനിനെ പുൽകാൻ, അതിനെ
അഭിമുഖീകരിക്കാൻ പൂർവികന്മാരായ നമ്മുടെ മുൻഗാമികൾ തയ്യാറായത്. ആ റമദാനിലേക്ക് എത്തിപ്പെട്ടു നമ്മൾ എന്നതൊരു മഹാഭാഗ്യമാണ്. ഇന്നലെ പ്രിയപ്പെട്ട അബ്ദുൽ ഹഖ് സുല്ലമി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു. ഒരു റമദാനിലേക്ക് എത്തി. ആ റമദാനിലെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയും കിട്ടി നമ്മോട് വിട പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു 6 മാസക്കാലം ജീവനുണ്ടോ ഇല്ലേ എന്ന് പോലും തോന്നുന്ന വിധത്തിൽ അങ്ങനെ കിടന്നിരുന്ന ഒരു മനുഷ്യൻ ഈ നല്ല നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരിക്കുമോ അള്ളാഹു അദ്ദേഹത്തെ നീട്ടിയിട്ടത് എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഇതൊക്കെയാണ് റമദാന് ഈ ഒരു സമയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ടത്. എത്തിക്കിട്ടി. മൻ സാമ മാമിൻ മുസ്ലിമിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് ഒരു ദിവസം നമ്മൾ നോമ്പ് നോറ്റതെങ്കിൽ 70 കൊല്ലത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അവനെ അകറ്റാതിരിക്കുകയില്ല. അപ്പോൾ 23 ഗുണിക്കണം 70 വർഷം എന്ന് നിങ്ങൾ കണക്കാക്കുക. എത്രമാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അടുക്കുവാനുള്ള മഹാഭാഗ്യമുള്ള അനുഗ്രഹീത ദിവസമാണ് നമുക്ക് പിന്നിട്ട് പോയത്. ഈ ദിവസങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തിയോ അതല്ല വീഴ്ച വന്നിട്ടുണ്ടോ? ഉറക്കും തൂക്കവും നമ്മുടെ ജോലി തിരക്കുകളും ഒക്കെ പുണ്യമുള്ളതും നല്ലതും അള്ളാഹ് അനുവദിച്ചതുമാണ്. എങ്കിലും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ, കൂടുതൽ മാറാൻ, ജീവിതത്തിലെ ഓരോ തെറ്റുകളും തിരുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കല്യാണത്തിന് ദിവസം നിശ്ചയിച്ചത് റമദാൻ കഴിഞ്ഞിട്ട് 15 ദിവസമാണ് എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ജനുവരി 15 എന്ന് നമ്മൾ സങ്കല്പിക്കുക. കല്യാണത്തിൻ്റെ മുമ്പുള്ള ദിവസങ്ങളിൽ മാക്സിമം നമുക്ക് കഴിയുമെങ്കിൽ ആ വീടും പരിസരവും വൃത്തിയാക്കാനും എന്തെങ്കിലും അവിടെ മോശമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നാക്കിയെടുക്കാനും നമ്മൾ ശ്രമിക്കും. അത് നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. മുറ്റത്ത് പുല്ല് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു മാറ്റും. കാരണം ആളും പാളും കൂടുന്ന ദിവസമാണ്. അവിടെ പുല്ല് ശരിയല്ല. ചുമരിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കറയോ കരിയോ അല്ലെങ്കിൽ കുട്ടികൾ എഴുതി പിടിപ്പിച്ച വല്ല കലകളോ ഉണ്ടെങ്കിൽ അതൊന്ന് മായ്ക്കാൻ 1 കിലോ കുമ്മായമെങ്കിലും വാങ്ങി അത് നമ്മൾ മായ്ച്ചു കളയും. അതല്ലെങ്കിൽ ഒരു പെയിൻ്റ് അടിക്കാനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തും. ഒന്ന് വൃത്തിയാവണം വീടും പരിസരമൊക്കെ. അകത്തൊക്കെ നമ്മളൊന്ന് തേച്ചു കുളിച്ച് നന്നാക്കി ജനവാതിലും ചില്ലും കമ്പിയൊക്കെ ഒന്ന് തുടച്ച് വേണമെങ്കിൽ ഒരു പെയിൻ്റൊക്കെ അടിച്ച് നന്നാക്കും. എന്താണ് നമ്മൾ ജീവിതത്തിലെ ഒരു ഒറ്റ ദിവസത്തെ നമ്മൾ കാത്തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയുള്ള കരുതിയിരിപ്പും തയ്യാറെടുപ്പുമാണ്. ഈ ഒരു തയ്യാറെടുപ്പ് നമ്മളൊക്കെ പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഖുലഫാഉർ റാഷിദുകളെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ, ഒരു മഹാചരിത്രം പറയേണ്ട സമയം ഇതല്ല. അവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരുപാട് ജീവകാലമുണ്ട്. 30 കൊല്ലത്തെ ദീർഘമായ ചരിത്രം ഖുലഫാഉർ റാഷിദുകളുടെ ജീവിതകാലത്ത് നമുക്കവർ ബാക്കി വച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മരണശേഷം 30 കൊല്ലം ഖുലഫാഉർ റാഷിദുകളാണ് ഈ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിയത്. ഇസ്ലാമിനെയും ഇസ്ലാമിക സാമ്രാജ്യങ്ങളെയും ഇസ്ലാമിൻ്റെ ശരീഅത്തുകളെ പഠിപ്പിച്ചു കൊടുത്തത് അവരായിരുന്നു. അതിന് നേതാവായിക്കൊണ്ട്, ഇമാമുകളായിക്കൊണ്ട്, അമീറുൽ മുഅ്മിനീങ്ങളായിക്കൊണ്ട്. ആ 30 കൊല്ലത്തെ ചരിത്ര കാലഘട്ടങ്ങളിൽ ഒരുപാട് വൃദ്ധിക്ഷയങ്ങളുണ്ടായിട്ടുണ്ട്.
ഇസ്ലാമിക സമൂഹത്തിന് വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പുകളുണ്ടായിട്ടുണ്ട്. ഒരുപാട് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധമാക്കിയ രക്തം, സഹാബിമാരുടെ രക്തം പോലും ചിന്തിയിട്ടുണ്ട്. ഒരു പൂച്ചയുടെ രക്തം പോലും ഇസ്ലാം നമുക്ക് വിശുദ്ധമാക്കിയിട്ടുണ്ട്. അനാവശ്യമായി രക്തം ചിന്താൻ പാടില്ല. ഒരു ജീവിയുടെ, ഉപദ്രവകാരിയല്ലാത്ത ഒരു ജീവിയുടെ രക്തം പോലും വിശുദ്ധമാണ്. എന്നാൽ ജീവി മാത്രമല്ല, ഒരു മനുഷ്യൻ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായിരുന്ന സഹാബത്ത്, ഉസ്സാബിഖൂന സാബിഖൂൻ ഉലായിക്കൽ മുഖറബൂൻ, മുന്നിൽ പോയ ആളുകൾ, സ്വർഗത്തിലേക്ക് മുമ്പേ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ മുമ്പേ സ്വർഗത്തിലേക്ക് ആളുകളുടെ മുമ്പിൽ നടന്നുപോയ ആ സാബിഖീങ്ങളായ നല്ല നല്ല മനുഷ്യന്മാരുടെ രക്തം ചിന്തിയിട്ടുണ്ട് ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മകൾ റുഖയ്യയെയും സൈനബ റളിയല്ലാഹു അൻഹയെയും പിന്നീട് റുഖയ്യ റളിയല്ലാഹു അൻഹയെയും 2 മക്കളെ വിവാഹം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ 2 പ്രാവശ്യം മരുമകനാകാൻ ഭാഗ്യം ലഭിച്ച ഉസ്മാനു ദിന്നൂറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ പോലും ഈ സമുദായത്തിലെ ഏറ്റവും ലജ്ജയുള്ളവനാണ് ഉസ്മാൻ, തിന്മ ചെയ്യുവാൻ, മോശകാര്യങ്ങളിൽ ലജ്ജിക്കുന്നവൻ എന്ന് ഖ്യാതി നേടിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വസ്ത്രമൊക്കെ ഒന്ന് ഇറക്കി ഉടുത്ത് നന്നായി ഒന്ന് വസ്ത്രം ധരിച്ച് ഉസ്മാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആദരിച്ച് കാത്തിരുന്ന ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നേരത്തെ തന്നെ സ്വർഗത്തിലേക്ക് ചീട്ടുകൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് മദീന പള്ളിയിലെ, ഇന്നത്തെ മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ചാണ്, മെഹ്റാബിൽ വെച്ചാണ് അദ്ദേഹം തലക്കടിച്ച് കൊല്ലപ്പെടുന്നത്. ആ ചോരയുടെ വാസന ഇന്നും മുസ്ലിം സമുദായത്തിൻ്റെ മനോമുഖരങ്ങളിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല, മറന്നുപോയിട്ടില്ല. ആ ദുരന്തങ്ങളുടെ അനുഭവം ഇപ്പോഴും നമ്മൾ അറിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ, 4 ഖലീഫമാരുടെ കൂട്ടത്തിൽ പായയിൽ കിടന്ന്, പിരിപ്പിൽ കിടന്ന് മരിച്ചത് ഉമർ ഇബ്നുൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം പെടഞ്ഞ് കുത്തേറ്റും അക്രമികളുടെ അടിയേറ്റും പിടഞ്ഞു മരിക്കുകയാണ് ഉണ്ടായത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എൻ്റെ കാലശേഷം ഇനിയൊരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ടെങ്കിൽ, വരാനിരിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനർഹൻ ഉമറാണ് എന്ന് പോലും പ്രവാചകൻ പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നീതിയുടെ നിറകുടമായിരുന്ന ആ മനുഷ്യൻ ലോകത്തിന്നും നീതിയുടെ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ മുമ്പിൽ ഉമറിനെപ്പോലെ എന്ന് മുസ്ലിങ്ങളെല്ലാവരും എഴുതി വെക്കുന്ന ഭരണകൂട നീതിയുടെ മഹാമാതൃകയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ കൊല്ലപ്പെടുകയാണുണ്ടായത്. പായിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യമുണ്ടായില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇഷ്ടമരുമകനായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് സുബഹി നമസ്കാരത്തിന് ഇമാമായി നിൽക്കുമ്പോഴാണെങ്കിൽ മറ്റേ ആൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോഴാണ്. 3-ാമത്തെ ആൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴാണോ അതോ പള്ളിയിൽ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ആ സമയത്താണ് കൊല്ലപ്പെടുന്നത്. ഈ കൊലപാതകങ്ങളുടെയും ചോരകളുടെയും ചരിത്രവും ഖുലഫാഉർ റാഷിദുകളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയ നക്ഷത്രങ്ങളെപ്പോലെ ആദർശത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെന്നും ഖിയാമത്ത് നാൾ വരെ മാതൃകയായി നിൽക്കുന്ന ആ ഖുലഫാഉർ റാഷിദുകളുടെ മാതൃകാപരമായ ജീവിതം മറുഭാഗത്തുണ്ട്. അക്രമത്തിൻ്റെയോ
അതല്ലെങ്കിൽ ഒരു ചെറിയ ചോരമണത്തിൻ്റെയോ പോലും ലാഞ്ചനയില്ലാത്ത വിശ്വാസത്തിൻ്റെ മധുരതരമായ ജീവിതത്തിന് മാതൃക നൽകിയ ആ മാതൃകകൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് ചോരകളുടെയും സംഘടനകളുടെയും ജീവിതവുമാണ് ഖുലഫാഉർ റാഷിദുകളുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിൻ്റെ വലിയ ഉള്ളറകളിലേക്ക് പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ അങ്ങനെയൊരു ചരിത്രം പറയേണ്ട സമയമല്ല. എങ്കിലും ചില ഗുണപാഠങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി പള്ളിയുടെ തൊട്ടടുത്തുള്ള ചുമരിൽ തന്നെയുള്ള പള്ളിയുടെ ചുമരിൽ ഇടതുഭാഗത്തുള്ള ആ നീക്കി നബിയുടെ വീട്ടിലേക്ക് കയറി. അവിടെയായിരുന്നല്ലോ നബിയുടെ വീട്. മദീന പള്ളിയുടെ ഇടതുഭാഗത്തുള്ള ആ ഒരു ചുമര് നബിയുടെ വീട്ടിലേക്കുള്ള കവാടമായിരുന്നു. ആ വിരി നീക്കി സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പതിവിന് വിപരീതമായി നബി വീട്ടിലേക്ക് പോയി. സാധാരണ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ സുന്നത്തും പ്രാർത്ഥനകളും കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കാറാണ് പതിവ്. നബിയുടെ വീട്ടിലേക്ക് കടക്കുന്ന വാതിലിൻ്റെ അടുത്ത് മെഹ്റാബിൻ്റെ വലതുഭാഗത്ത് നബിയുടെ വാതിലിൻ്റെ അടുത്താണ് അവിടെ ഇരിക്കാറുള്ളത്. എന്നിട്ട് സഹാബിമാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും വല്ലതും ഉണ്ടെങ്കിൽ അതിന് മസ്ലഹത്ത് പറയുകയും അവരുടെ ചോദ്യങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവാണ് റസൂലുള്ളാഹിൻ്റേത്. ഈ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് ഒരു ദിവസം നബി വീട്ടിലേക്ക് കടന്നുപോയത്. അങ്ങോട്ട് കടന്നുപോയിട്ട് പിന്നെ അദ്ദേഹം വരുന്നു കാണില്ല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നിട്ട് ഇശാ ബാങ്കിൻ്റെ സമയമാകുവോളം പ്രവാചകൻ വീട്ടിൻ്റെ വീട്ടുപണിയിലോ തിരക്കിലോ ആയിരുന്നു. സഹാബിമാർ സാധാരണ ഇരിക്കുന്നിടത്ത് വരെ ഇരിക്കുന്ന സരസിൽ അവിടെ തന്നെ അവർ പ്രവാചകനെയും കാത്തിരുന്നു. കഅന്നമാ അലാ റുഊസിഹിം അത്വയ്ർ, അവരുടെ തലയിൽ പക്ഷിയിരിക്കുന്ന പോലെ അനങ്ങാതെ അവർ കാത്തിരുന്നു. ബാങ്ക് കൊടുക്കാറായപ്പോൾ പ്രവാചകൻ ഇങ്ങോട്ട് ഇറങ്ങി വിരി നീക്കി വാതിൽ തുറന്ന് മറ നീക്കി ആ സഹാബിമാരുടെ മുമ്പിലേക്ക് കയറി ചെന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ തന്നെയാണോ? അൻതും ഉന, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലേ? അഹ്സൻതും, നന്നായി, എന്നെ കാത്തിരുന്നത് നന്നായി. എന്നിട്ട് റസൂലുള്ളാഹി അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. മേൽക്കൂരയില്ലാത്ത മദീന പള്ളിയിലിരുന്ന് ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ? അവരൊക്കെ നക്ഷത്രങ്ങളെ നോക്കി. ശരി, അന്നുജൂം അമനത്തുൻ ലിസ്സമാ, ഈ നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ കാവൽക്കാരാണ്. കുട്ടികൾക്കെന്ന പോലെ നേർക്കുനേരെ ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അന്നുജൂം, നോക്കൂ, ഈ നക്ഷത്രങ്ങൾ അമനത്തുൽ ലിസ്സമാ, ആകാശത്തിൻ്റെ കാവൽക്കാരാണവർ. ഫഇദാ ദഹബത്തിൻ നുജൂം, ഈ നക്ഷത്രങ്ങൾ തകർന്നു പോകുന്ന ദിവസം അത്തസ്സമാ അംറഹ, ആകാശത്തിൻ്റെ കഥ കഴിയും. ആകാശത്തിൻ്റെ കഥ കഴിയും. ഇദൻ നുജൂമുൻ കദറത്ത്, ഈ നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴുന്ന ദിവസം അന്ന് ഖിയാമത്തി നാളാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ കാര്യമാണ് റസൂലുള്ളാഹി പറയുന്നത്. നക്ഷത്രങ്ങൾ തകർന്നാൽ ആകാശത്തിൻ്റെ കഥ കഴിയും. അതുപോലെ നബി തന്നിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, വ അന അമനത്തുൻ ലി അസ്ഹാബി, ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ അമനത്തുൻ ലി അസ്ഹാബി, എൻ്റെ കൂട്ടുകാരെ നിങ്ങളുടെ കാവൽക്കാരനാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജിബ്രീൽ വന്ന് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഞാനത് നിങ്ങളെ പഠിപ്പിക്കും. നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, പരിഹരിക്കാം, നമുക്കൊന്നിച്ചു നീങ്ങാം. ഞാൻ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാവൽക്കാരനാണ്, വിശ്വസ്ത കാവൽക്കാരൻ. എന്നാൽ ഫഇദാ ദഹബ്തു അന അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോയാൽ, ഞാൻ നിങ്ങളോട് വിട പറഞ്ഞാൽ, അതാ അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ കൂട്ടുകാരായ നിങ്ങൾക്ക്
ചില താക്കീത് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾ ഭയപ്പെടണം. ചിലതൊക്കെ സമൂഹത്തിൽ വരാനുണ്ട്, നിങ്ങൾ പേടിക്കണം. എന്തിനാണ്? പേടിച്ചൊളിച്ചോടാനല്ല, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാനല്ല, വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ. എന്ത് പ്രതിസന്ധികൾ വന്നാലും, എൻ്റെ കാലശേഷം നിങ്ങൾക്ക് വരുന്ന ഏത് പ്രതിസന്ധിയിലും ഈമാനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന സൂചനയും. പ്രതിസന്ധികൾ വരും, എന്നും പട്ടുമെത്തകളായിരിക്കുകയില്ല നിങ്ങൾക്കിടയിലുള്ള ജീവിത സൗകര്യങ്ങൾ, ഈ ദീനിൻ്റെ പട്ടുമെത്തയായിരിക്കില്ല, ബുദ്ധിമുട്ടുകളുണ്ടാകും എന്ന് റസൂലുള്ള സൂചിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അസ്ഹാബികളായ അവരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടി, വ അസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എൻ്റെ അസ്ഹാബികളായ കൂട്ടുകാരായ നിങ്ങൾ, അമനത്തുൻ ലി ഉമ്മത്തി, വരാനിരിക്കുന്ന എൻ്റെ സമൂഹത്തിൻ്റെ കാവൽക്കാരാണ്. നിങ്ങളുള്ള കാലത്തോളം സമുദായത്തിനൊരു കാവൽക്കാരനുണ്ടാകും. സമുദായത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹാബിമാരുണ്ടല്ലോ, നമുക്ക് അവരോട് ചോദിക്കാം, അവരിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ ദീനിയായ കാര്യങ്ങളിലും ദുന്യവിയായ കാര്യങ്ങളിലും നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ നിങ്ങളുണ്ടാകും എൻ്റെ സമുദായത്തിന്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. ഫഇദാ ദഹബത്ത് അസ്ഹാബി, എൻ്റെ സഹാബികളാകുന്ന നിങ്ങളും കൂടി മരിച്ചുപോയാൽ, അഥാ ഉമ്മത്തി മായു അദൂൻ, എൻ്റെ സമുദായത്തിന് താക്കീര് നൽകപ്പെട്ട പലതും വരാനുണ്ട്. ഇത് നമുക്ക് കൂടിയുള്ള ഒരു സൂചനയായിരുന്നു. അങ്ങനെ സഹാബത്തിനെ മനുഷ്യ സമുദായത്തിൻ്റെ മുസ്ലിം എന്ന് മാത്രമല്ല, ഇനിയുള്ള ഖിയാമം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും കാവൽക്കാരാക്കി അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പ്രഖ്യാപിച്ചു. വസാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. ആ പൂർവികന്മാരെ പറ്റി, ആ സഹാബത്താകുന്ന എല്ലാ കാര്യത്തിലും മുൻകടന്ന ആ പൂർവികന്മാരെ പറ്റി പിന്നീട് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു തന്നു. വസ്സാബിഖൂൻ, ആ മുൻകഴിഞ്ഞ ആളുകൾ. അസ്സാബിഖൂൻ, അവർ തന്നെയാണ് എല്ലാ കാര്യത്തിലും മുമ്പേ പോയത്. അവരുടെ ആയുസ് മുമ്പേ കഴിഞ്ഞുപോയി, അവരുടെ മാതൃക നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയി, അവർ സ്വർഗത്തിലേക്ക് മുമ്പേ നടന്നുപോയി. എന്തു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അവർ ചാടിക്കുതറി സ്വർഗത്തിലേക്ക്, എല്ലാ പാപ്പികളുടെയും മുമ്പിൽ ചാടിക്കയറി അവർ മുന്നിലേക്ക് ചാടിപ്പോയി. വസ്സാബിഖൂൻ അസ്സാബിഖൂൻ, എല്ലാ കാര്യത്തിലും മുന്നിൽ പോയവർ അവരാണ്. ഉലൈകൽ മുഖറബൂൻ, ആ മുമ്പേ പോയവരാണ്, ആ പൂർവികന്മാരായ സഹാബത്താണ്, മുമ്പിൽ നടന്നവരാണ്. അൽ മുഖറബൂൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവർ. അവർക്കാണ് അള്ളാഹു കൂടുതൽ ബർക്കത്ത് നൽകിയത്. അവരുടെ പാപങ്ങളാണ് അള്ളാഹു പൊറുത്തത്. അവർക്കാണ് അള്ളാഹു തആല കൂടുതൽ കരുണ നൽകിയത്. അവരെയാണ് അള്ളാഹു തൻ്റെ അടുക്കലേക്ക് കൂട്ടിപ്പിടിച്ചത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, സമാധാനത്തോടുകൂടി ജീവിച്ച് മടങ്ങി വന്ന ആത്മാവേ, നിന്റെ രക്ഷിതാവിങ്കലേക്ക് ഇഷ്ടത്തോടുകൂടി നീ വാ, എനിക്ക് നിന്നോടും ഇഷ്ടമാണ്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ അടിമകളിലേക്ക് കടന്നുവാ, എൻ്റെ സ്വർഗത്തിലേക്ക് കയറിവാ എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു തആല ആദരിച്ച മനുഷ്യന്മാർ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലൂ തബ്ദീല. വിശ്വാസികളുടെ ആ പ്രവാചകൻ്റെ കൂടെയുള്ള സഹാബത്തിൽ പലരും മരിച്ചുപോയി, യുദ്ധത്തിൽ മരിച്ചുപോയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, മിനൽ മുഅ്മിനീന റിജാൽ, ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആൺകുട്ടികളുണ്ട്. ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചതല്ല, അന്തസ്സുള്ള അഭിമാനമുള്ള ആദർശത്തെ പിടിച്ചു വെച്ചുകൊണ്ട് ആർക്കും പണയപ്പെടുത്താത്ത നല്ലവരായ കുറേ ആളുകളുണ്ട് സത്യവിശ്വാസികളിൽ. അവർ റിജാലുൻ സദഖൂ മാ ആഹദുല്ലാ, അവർ അള്ളാഹുവിനോടെടുത്ത കരാർ എന്താണോ
ആ കരാറിൽ അവർ സത്യസന്ധത പാലിച്ചിരിക്കുന്നു, അവർ ലംഘിച്ചിട്ടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കരാറുണ്ടല്ലോ, ആ കരാറിൽ ഒരിക്കലും അവർ മാറ്റം വരുത്തിയില്ല, ആ കരാറിൽ തന്നെ ഉറച്ചു നിന്നു. സദഖു മാ ആഹദുല്ലാഹ അലൈ, അള്ളാഹുവിനോട് ഏതൊരു കരാറാണോ അവരെടുത്തത് ആ കരാറിൽ അവർ ഉറച്ചു നിന്നു. മിൻഹും മൻ ഖളാ നഹ്ബഹു, ആ കരാറ് പാലിച്ച് ജീവിച്ച പലരും, അവരിൽ നിന്ന് പലരും മൻ ഖളാ നഹ്ബഹു, അവരുടെ മരണം വന്നു കഴിഞ്ഞു, അവർ മരിച്ചു പോയിട്ടുണ്ട്. വമിൻഹും മൻ യൻതളിർ, പലരും ആ കരാറ് നിലനിർത്തിക്കൊണ്ട് തന്നെ മരിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. വമാ ബദ്ദലൂ തബ്ദീല, ആ കരാറിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവരാരാണ്? ഈ ആയത്തിറങ്ങുമ്പോൾ ജീവിച്ചിരിക്കുന്ന സഹാബികൾ. ഈ സഹാബികളിൽ നിന്ന് ഖുർആൻ പഠിച്ച താബിഉകളും തബഉ താബിഉകളും, അവരിൽ നിന്ന് ജീവിച്ച് അവരിൽ നിന്ന് ആദർശം ഉൾക്കൊണ്ട് ജീവിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സലഫു സാലിഹീങ്ങളുടെ ആദർശം ജീവിതത്തിൽ പിന്തുടർന്ന ആളുകൾ. സലഫു സാലിഹീങ്ങളുടെ പേരിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തവരെ പറ്റിയല്ല, അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച മനുഷ്യന്മാർ, അവരാണ് മൻ യൻതളിർ, ആ പൂർവികന്മാരുടെ കൂടെ, മരിച്ചുപോയ ആളുകളുടെ കൂടെ എത്തിച്ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവർ സമയം കാത്തിരിക്കുകയാണ്. ഒമാ ബദ്ദലൂ തബ്ദീല, ആ കരാറിൽ അള്ളാഹുമായി നടത്തിയ കരാറിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അവർ. അങ്ങനെയുള്ള ആ സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നടന്നവരായിരുന്നു ഈ മഹാന്മാരായ 4 ഖലീഫമാർ. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇഖ്താറ അസ്ഹാബി അലാ ജമീഇൽ ആലമീൻ ഇല്ലൻ നബിയ്യീന വൽ മുർസലീൻ. അല്ലാഹു തആല എൻ്റെ സഹാബിമാരെ നബിമാരും മുർസലുകളും കഴിഞ്ഞാൽ, അമ്പിയാക്കളും മുർസലുകളും കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും നല്ലവരായി നബിമാരെ അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. നബിമാരുടെയും മുർസലീങ്ങളുടെയും മഹത്വം കഴിഞ്ഞാൽ എൻ്റെ സഹാബിമാരെ അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ സമുദായത്തിലെ ഏറ്റവും മുമ്പന്മാരായി. വസ്സാബിഖൂന സാബിഖൂൻ, സഹാബിമാരാണ് സാബിഖീങ്ങൾ. വഖ്താറ ലീ മിൻ അസ്ഹാബി അർബഅ, ഇനി ആ സഹാബിമാരിൽ 1,000-ലധികം സഹാബിമാരുടെ കൂട്ടത്തിൽ 4 പേരെ അല്ലാഹു തആല വേറിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ 1,000-ൽ പരം ആളുകളിൽ 4 പേരെ വേറിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അബൂബക്കറിൻ വ ഉമർ വ ഉസ്മാൻ വ അലിയൻ റളിയല്ലാഹു അൻഹും, അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും അലിയിനെയും റളിയല്ലാഹു തആല അൻഹും. ഫജഅലഹും ഖൈറ അസ്ഹാബി, എൻ്റെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയവരായി, ഉത്തമരായി അല്ലാഹു തആല അവരെ നിശ്ചയിച്ചിരിക്കുന്നു. വഫീ അസ്ഹാബി കുല്ലിഹിം ഖൈർ, എന്നാൽ അവരാണ് നല്ലവർ, ഖൈർ എങ്കിലും മറ്റുള്ളവരിലൊക്കെ ഖൈറുണ്ട്. എല്ലാ സഹാബിമാരിലും ഖൈറുണ്ട്, നന്മയുണ്ട്. എന്നാൽ അവരിൽ ഏറ്റവും നന്മയുള്ളവർ ഇവരാണ്. വഖ്താറ ഉമ്മത്തി അലാ സായിരിൽ ഉമം, എൻ്റെ സമുദായത്തിനെ, ആ സഹാബിമാരുടെ ശേഷമുള്ള എൻ്റെ ഉമ്മത്തിനെ മറ്റുള്ള എല്ലാ സമുദായത്തെക്കാളും മുന്തിയവരായി അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ സമുദായത്തിൻ്റെ കൂട്ടത്തിൽ വഖ്താറ ഉമ്മത്തി 4 ഖുറൂൻ ബഅദ അസ്ഹാബി, എൻ്റെ സഹാബിമാരുടെ ശേഷമുള്ള ഒരു 4 നൂറ്റാണ്ടിനെ അല്ലാഹു തആല നല്ലവരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിങ്ങനെ പ്രവാചകൻ കഴിച്ചാൽ 4 ആളുകൾ, അവർ കഴിച്ചാൽ സഹാബികൾ, അതിൽ തന്നെ മുഹാജിറുകൾ, അൻസാറുകൾ, അതിൽ തന്നെ ഫതഹു മക്കക്ക് മുമ്പ് ഏറ്റവും ദുരിതം പിടിച്ച കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചവർ ലാ യസ്തവീ മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി എന്ന് ഖുർആൻ സൂചിപ്പിച്ച പോലെ അതിൽ തന്നെ ത്യാഗം കൂടുതൽ അനുഭവിച്ച ആളുകൾ ശുഹദാക്കൾ, സാലിഹീങ്ങൾ. പിന്നീട് ആ സഹാബിമാരുടെ കൂട്ടത്തിൽ കൂടുതൽ പ്രവാചകനോട് സഹവസിച്ചവർ, പിന്നെ കുറച്ച് സഹവസിച്ചവർ, പിന്നീട് സഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ച താബിയുകൾ,
പിന്നെ സഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ച മാതൃകാ പുരുഷന്മാരെ കണ്ട് ദീൻ പഠിച്ച തബൗത്താബിയുകൾ, അവരുടെയൊക്കെ അങ്ങനെ ശേഷം വന്ന് എത്രയോ പിന്നിലുള്ള നമ്മൾ ഒക്കെ തന്നെ ആ സഹാബിമാരുടെ പിന്തുടർച്ചക്കാരായിക്കൊണ്ടാണ് അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ഈ സമുദായത്തിനെ മുഴുവനും. എന്ന് മാത്രമല്ല, ആ 4 ഖലീഫമാരുടെ കൂടെ വേറെയും ആ 4ൻ്റെ പുറമെ തൽഹത്ത്, സുബൈർ, സഈദ്, അബൂ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹും അശറത്തുൽ മുബശ്ശിരീൻ, 3 മുബശ്ശിറുകളായ 10 സ്വർഗസ്ഥന്മാരായ ആളുകളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. ആ 10ൻ്റെ പുറമെ വേറെയും ചില ആളുകളെ അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് സൂചന നൽകി. അതാർക്കാണ്? ഇന്നി സമയത്തു ദഫനായിലൈക ഫിൽ ജന്നത്തി യാ ബിലാൽ ഇബ്നു റബാഹ്, നിന്റെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടല്ലോ എന്ന് ബിലാലിൻ്റെ പുറത്തു തട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സന്തോഷത്തോടുകൂടി പറഞ്ഞു. അതൊരു വലിയ സന്തോഷവാർത്ത തന്നെയായിരുന്നു ബിലാലിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു ചരിത്രരേഖ തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. ബിലാലും ഫിൽ ജന്ന, ബിലാൽ സ്വർഗത്തിലാണെന്ന്. ഒരു പാവപ്പെട്ട തൊഴിലാളിയായ സഹാബി പള്ളിയിലേക്ക് കയറി വരാൻ വേണ്ടി ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു സ്വർഗവാസീത നമ്മുടെ സദസ്സിലേക്ക് കയറി വരാൻ പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സാധുവായ തൊഴിലാളിയാണ് കയറി വരുന്നത്. ഒരു പ്രശസ്തനോ പ്രമാണിയോ അല്ല, പ്രമുഖനല്ല, ശ്രദ്ധിക്കപ്പെടുന്ന ആളല്ല, സ്വർഗവാസിയാണ് എന്ന് നബി പറഞ്ഞപ്പോൾ ഇന്നവരായിരിക്കാമെന്ന് സങ്കല്പിക്കാൻ പോലും അർഹതയില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾ കയറി വന്നു. സഹാബിമാർ അദ്ദേഹത്തിനെ മാറി മാറി നോക്കി. അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തെപ്പറ്റി റസൂലുള്ളാഹിന്റെ വചനം അത് പൊഴിവാക്കലല്ലോ, അത് സത്യമാകുകയുമാണല്ലോ. റജുലും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസി എന്നാണ് അള്ളാഹു അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനോട് ഒരിക്കലും അൻത അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിനോട് സ്വർഗവാസി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു. എന്തേ അദ്ദേഹത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയാൻ കാരണമെന്ന് പിന്നീട് സഹാബിമാർ സൂക്ഷ്മമായ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ നിന്ന് സഹാബിമാർക്ക് കിട്ടിയ മറുപടി, ഞാൻ നിങ്ങളെക്കാളധികം 3 വട്ടം നബി അദ്ദേഹത്തെ പറ്റി റജുലും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾ ഇത്രമാത്രം അമല് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം, സത്യമാണ് വല്ലാഹി, നിങ്ങളെക്കാളധികം ഞാനൊന്നും ചെയ്യുന്നില്ല. കഴിയുന്നത്ര പള്ളിയിൽ ജമാഅത്തിന് ഞാൻ ഹാജരാവാറുണ്ട്, നിങ്ങളെ പോലെ തന്നെ. റസൂലുള്ളാഹിൻ്റെ സരസിലിരുന്ന് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ദീന് പഠിക്കാൻ ഞാൻ തയ്യാറാവാറുണ്ട്, അതിനുവേണ്ടി ഞാൻ ഓടിക്കരച്ച് വരാറുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ. എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാറുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാറുള്ളത് പോലെ നിങ്ങൾ ചെയ്യാറുള്ളത് പോലെ ഞാനും ചെയ്യാറുണ്ട്, ഒന്നും പ്രത്യേകമായി ഇല്ല. പിന്നെ എന്തേ റജുലും മിൻ അഹ്ലിൽ ജന്ന എന്ന് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളോട് പറഞ്ഞുകണോ? എന്തേയിരിക്കും പറഞ്ഞത്? എനിക്കറിഞ്ഞുകൂടാ. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യത്തിൽ ഞാൻ നിഷ്ഠ പുലർത്താറുണ്ട്, അതാണ് നമ്മുടെ പാഠം. റജുലും മിൻ അഹ്ലിൽ ജന്ന എന്ന് റസൂലുള്ളാഹി എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യത്തിൽ നിഷ്ഠ പുലർത്താറുണ്ട്, ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. അയൽവാസികളെ, കുടുംബങ്ങളെ, എൻ്റെ ഭാര്യയെപ്പോലും എൻ്റെ മക്കളെപ്പോലും അനാവശ്യമായി വേദനിപ്പിക്കാറില്ല. ആവശ്യമില്ലാത്ത വേദനകൾ നമ്മൾ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യണം, പക്ഷേ അനാവശ്യമായി ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. ഒരു വാക്കുകൊണ്ടും ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല. ആർക്കെങ്കിലും വേദനയുണ്ടാകുമെന്നോ ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ പ്രയാസമുണ്ടാകുമോ എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു സാഹചര്യമോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറില്ല.
എന്നാൽ ആരും വിഷമിക്കരുത് എന്ന കൃത്യമായ നിഷ്ഠ വളരെ കണിശമായി പുലർത്തുന്നയാളാണ് ഞാൻ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അല്ലാഹ് ഇന്നെൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരുമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നവരെ എന്നെ കൊണ്ടാരും വേദനിക്കരുത്, എൻ്റെ കാരണത്താലല്ല ആരും വിഷമിക്കരുത്, എൻ്റെ ഒരു വാക്ക് കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, ഞാൻ ചെയ്തു വെച്ച ദൂഷ്യങ്ങൾ കൊണ്ട് മറ്റുള്ളവന് കഷ്ടപ്പാടുണ്ടാവരുത്, ഒന്നും നശിച്ചു പോകരുത് എന്ന നിഷ്ഠ ഞാൻ പുലർത്താറുണ്ട്. സഹോദരന്മാരെ, റജുലും മിൻ അഹ്ലിൽ ജന്ന, നമുക്ക് കഴിയില്ലേ? നമ്മളാരും അശറത്തുൽ മുബശ്ശിറുകളല്ല, റസൂലുള്ള സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തവരല്ല, ചീട്ട് കിട്ടിയവരല്ല. പക്ഷേ വാഗ്ദാനം ചെയ്യാത്ത, റസൂലുള്ള വാക്ക് കൊടുക്കാത്ത റജുലും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിയാവാൻ നമുക്കാവില്ലേ? നമ്മളെ വാട്സപ്പുകളും നമ്മുടെ നെറ്റുകളും ഫേസ്ബുക്കുകളും നമ്മുടെ വർത്തമാനങ്ങളും എവിടെ ചെന്നാലും വാ തുറന്നാൽ മറ്റുള്ളവൻ്റെ ചെറിയിൽ തോണ്ടാനും മറ്റുള്ളവനെ വേദനിപ്പിക്കാനും അവൻ്റെ വൈകല്യങ്ങൾ പറയാനുമല്ലേ നമ്മളുടെ സമയം ചെലവഴിക്കുന്നത്? എത്രയെത്ര നല്ല നല്ല സ്ഥലങ്ങളിൽ, നല്ല നല്ല സന്ദർഭങ്ങളിൽ, നല്ല നല്ല നാളുകളിൽ പോലും ആരാൻ്റെ മാംസത്തിൽ ആഗ്രഹം പൂണ്ട എത്രയെത്ര വർത്തമാനങ്ങളാണ് നമ്മൾ പറയുന്നത്. റജുലും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസി. അല്ലാഹു തആല ചീട്ട് കൊടുക്കാതെ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വായിച്ചെടുത്ത ഒരു സത്യമായിരിക്കാം അത്. ആ വായിച്ചെടുത്ത കൂട്ടത്തിൽ റജുലും മിൻ അഹ്ലിൽ ജന്ന ആയിക്കൂടെ നമുക്ക്? നമ്മൾ ഖുലഫാഉർ റാഷിദുകളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരായിരുന്നു മുൻഗാമികൾ. ആ മുൻഗാമികളുടെ നേതാക്കളായിരുന്നു ഖുലഫാഉർ റാഷിദുകൾ. ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബ്ദുള്ള എന്ന് പേരുള്ള അബൂബക്കർ എന്ന ആ ഓമനപ്പേരിട്ട് വിളിക്കുന്ന അബൂ ഖുഹാഫയുടെ, ഉസ്മാൻ എന്ന പേരുള്ള അബൂ ഖുഹാഫയുടെ മകൻ അബ്ദുള്ള എന്ന അബൂബക്കർ അസ്-സിദ്ദീഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനൊരു അവാർഡ് കൊടുത്തു. അവാർഡ് കൊടുക്കാൻ, നമ്മളൊക്കെ അവാർഡ് കിട്ടാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അവാർഡ് കൊടുത്തതാണ് അസ്-സിദ്ദീഖ്. അസ്-സിദ്ദീഖ്, പരമസത്യവാൻ എന്ന വലിയ ഒരു അവാർഡ് കൊടുത്തു അദ്ദേഹത്തിന്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സത്യം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും സത്യം മാത്രം പാലിച്ചതുകൊണ്ടാണ് അവാർഡ് കൊടുത്തത്. നമുക്കൊരു സിദ്ദീഖുകളായിക്കൂടെ? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ഒരു സിദ്ദീഖ് മാത്രമല്ല, റസൂലുള്ള കൊടുത്ത അവാർഡ് മാത്രമല്ല. ലോകത്ത് സിദ്ദീഖുകൾ, ഒരുപാട് സിദ്ദീഖുകൾ ഉണ്ടായിട്ടുണ്ട്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ, അവരൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചവരാണ് നബിമാർ. സിദ്ദീഖുകൾ, ഒന്നിലധികം സിദ്ദീഖുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്താണ് സിദ്ദീഖുകളുടെ കാര്യം? അവരെന്തുകൊണ്ട് സിദ്ദീഖുകളായി? അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യം മാത്രം പാലിക്കുന്നവരുടെ കൂട്ടത്തിലാവുക. സത്യം പറയുന്നവർ, സത്യം ചെയ്യുന്നവർ, സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, സത്യത്തിന് വേണ്ടി വാദിക്കുന്നവർ, അവരുടെ കൂട്ടത്തിലാകുക. അതാണ് സിദ്ദീഖുകൾ, സത്യത്തിൻ്റെ കൂട്ടത്തിലാകുന്ന ആളുകൾ. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു, സത്യം ഏത് വാതിൽക്കൽ കൂടിയാണോ കയറിപ്പോകുന്നത്, ആ വാതിൽക്കൽ കൂടി നീയും കയറ്. ആ കയറുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്ക്. അദ്ഖിൽനി, അല്ലാഹുവേ റബ്ബേ, എന്നെ നീ കടത്തിവിടണമേ, പ്രവേശിപ്പിക്കണമേ. മുദ്ഖല സിദ്ഖിൻ, സത്യം കയറിപ്പോകുന്ന വഴിയിൽ കൂടി, ആ കവാടത്തിൽ കൂടി, ആ വാതിൽക്കൽ കൂടി, ആ സംഘത്തിൽ കൂടി, ആ കൂട്ടായ്മയിൽ കൂടി, ആ സമൂഹത്തിൽ കൂടി. എവിടെയാണ് സത്യമുള്ളത്, ആ സത്യമുള്ള സമൂഹത്തിൽ കടന്നു പോകുന്ന കവാടത്തിൽ കൂടി എന്നെ നീ കയറ്റിവിടണമേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, സത്യം ഏതെങ്കിലും വഴിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, ആ സത്യത്തിൻ്റെ കൂടെ
എന്ത് സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും എന്ത് നേട്ടങ്ങളും ഭൗതികമായ താല്പര്യങ്ങളും മാറ്റിവെച്ച് സത്യത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ, കാലിയായിക്കൊണ്ട് ഇറങ്ങിപ്പോകാൻ അള്ളാഹുവേ എനിക്ക് നീ തൗഫീക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു തആല പഠിപ്പിച്ചു. സത്യത്തിൻ്റെ കൂടെ കയറിപ്പോകാൻ. അതാണ് സിദ്ദീഖ്. അതാണ് സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ വെച്ച് ഒരിക്കൽ അബൂ യഹ്യ എന്ന് പറയുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. മക്കയിൽ നിന്ന് ഹിജറ വരികയാണ് സുഹൈബ്. കാലിയായിക്കൊണ്ടാണ് ഹിജറ വരുന്നത്. ഉടുത്ത തുണിയും കുപ്പായും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമായി കാലിയായി മദീനയിലേക്ക് കടന്നു വരുന്ന സുഹൈബിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊട്ടി പറഞ്ഞു, റബ്ബി അൽ ബൈഉ യാ അബാ യഹ്യ, റബ്ബി അൽ ബൈഉ അബാ യഹ്യ. അബൂ യഹ്യ, സുഹൈബെ, അബൂ യഹ്യ എന്നാണ് നബി അദ്ദേഹത്തെ ഓമനപ്പേര് വിളിച്ചിരുന്നത്. യഹ്യൻ്റെ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ട സുഹൈബെ, ഈ കച്ചവടം വളരെ ലാഭക്കച്ചവടമായല്ലോ, ഈ കച്ചവടം വലിയ ലാഭക്കച്ചവടമായല്ലോ എന്ന്. എന്തായിരുന്നു കച്ചവടം? സുഹൈബ് കച്ചവടം ചെയ്യാൻ പോയതായിരുന്നില്ല മദീനത്ത്. അടിമയായി മദീനത്ത് വന്ന സുഹൈബ്, ആരുമില്ലാത്ത മദീനത്ത് വന്ന സുഹൈബ്, ഖുറൈശികളുടെ എല്ലാവിധ മർദ്ദനങ്ങളും സഹിച്ച് മടുത്ത സുഹൈബ്, എന്നിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ ഉറച്ചു നിന്ന സുഹൈബ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന് എഴുമത്ത് നൽകി വലിയ കച്ചവടക്കാരനായി മാറി. മക്കയിലെ വലിയ സമ്പന്നനായി, ഒരുപാട് സമ്പാദിച്ചു, കണക്കില്ലാതെ സമ്പാദിച്ചു. വിശ്വാസത്തിൽ നിന്നൊരു തരിമ്പ് പോലും അദ്ദേഹം ആർക്കും വിട്ടുകൊടുത്തതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയപ്പോൾ സുഹൈബിന് തോന്നി, മദീനയിൽ ചെന്നിട്ട് ഈ പണം ചെലവഴിക്കണം ദീനിനു വേണ്ടി. ഞാൻ അധ്വാനിച്ചത് അള്ളാഹുവിനാണ്, എൻ്റെ ശരീരം അള്ളാഹുവിന് വേണ്ടിയാണുള്ളതാണ്, അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹ്ക്ക് കൊടുക്കണം. അതും കരുതി സമ്പത്തുമായി മദീനയിലേക്ക് പോകാൻ സുഹൈബിന് ഭയം. അദ്ദേഹം വീട്ടിൽ നിന്നപ്പുറത്ത് മരുഭൂമിയിലെ ഒരു നിശ്ചിത സ്ഥലത്ത് തൻ്റെ സമ്പത്ത് മുഴുവനും കുഴിച്ചിട്ടു. എന്നിട്ട് കാലിയായിക്കൊണ്ട് വാഹനപ്പുറത്ത് കയറി മദീനയിലേക്ക് പോകുകയാണ്. ഖുറൈശികൾ അദ്ദേഹത്തെ പിടിച്ചു. അബൂ യഹ്യ അടിമയായി, ദരിദ്രനായി, പതിതനായി, മിസ്കീനായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുമായി കച്ചവടം ചെയ്ത് പണക്കാരനായ നീ ഇനി മദീനയിലേക്ക് പണം കൊണ്ട് ഞങ്ങളെ തടയാനും തടുക്കാനും വേണ്ടി പോവുകയാണോ? പാടില്ല, നിന്റെ പണം മുഴുവനും മദീനത്ത് വെക്കണം, മക്കത്ത് ബാക്കി വെക്കണം. മക്കയിൽ നിന്നൊരു പൈസയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. സുഹൈബ് പറഞ്ഞു, എനിക്കെൻ്റെ പണത്തിനേക്കാളും വലിയത് മദീനയിൽ പ്രവാചകൻ്റെ സാമീപ്യമാണ്, എനിക്കെൻ്റെ വിശ്വാസമാണ്, ദീനാണ്. നിങ്ങൾക്ക് എന്നെയാണോ വേണ്ടത് എങ്കിൽ ഞാനും നിങ്ങളുമായി ഒരു സംഘട്ടനത്തിൽ ഏർപ്പെട്ട് നിങ്ങളുമായി യുദ്ധം ചെയ്ത് ഞാൻ ഇവിടുന്ന് മരിക്കും. നിങ്ങൾക്ക് ഞാൻ ദീനിൽ നിന്ന് മാറുകയാണോ വേണ്ടത്? ആ പ്രശ്നമില്ല. അഥവാ നിങ്ങൾക്കെൻ്റെ പണമാണോ വേണ്ടത് എങ്കിൽ എന്നെ വിട്ടേക്കുക. എൻ്റെ വീട്ടിൻ്റെ ഇത്ര കാതം അകലെ ഇന്ന അടയാളം വെച്ച സ്ഥലത്ത് മാന്തി നോക്കുക, അവിടെ കുഴിയുണ്ട്. ആ കുഴിയിൽ മക്കയിൽ നിന്ന് സമ്പാദിച്ച മുഴുവനും സമ്പാദ്യവുമുണ്ട്, നിങ്ങൾ എടുത്തുകൊള്ളുക. സ്ഥാനമാനങ്ങളും താല്പര്യങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നത് പോലെ സുഹൈബ് എല്ലാം മക്കക്കാർക്ക് വലിച്ചിട്ട് കൊടുത്തു. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് മദീനയിൽ ചെന്ന് ഇസ്ലാമിനൊരു കാലത്ത് വിജയമുണ്ടാകും, ഏതായിരുന്നാലും ഇസ്ലാം വിജയിക്കും. വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹു റസൂലിനാണ് ഇസ്സത്ത്, വിജയിക്കും. ആ വിജയിക്കുമ്പോൾ മക്ക കീഴടങ്ങും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ തൗഹീദ് മക്കയിൽ പുനഃസ്ഥാപിക്കും. അന്ന് ഞാൻ മക്കയിലേക്ക് തിരിച്ചു വരും, അന്ന് എൻ്റെ സ്വത്ത് ഞാൻ എടുക്കും, ഇത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കും എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അത് ഒഴിവാക്കേണ്ടി വന്നു, അത് ഇട്ടുകൊടുക്കേണ്ടി വന്നു, അത് ഖുറൈശികൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഖുറൈശികൾ പോയി മാന്തി നോക്കി സ്വത്തുണ്ട് എന്ന് ഉറപ്പ് വന്നപ്പോൾ സുഹൈബിനെ മദീനയിലേക്ക് വിട്ടു. ആ വരുന്ന വരപ്പിലാണ് റസൂലുള്ള കാണുന്നത് ഇതൊരു വലിയ കച്ചവടമായിരുന്നു. സമ്പാദിച്ചത് മുഴുവനും അള്ളാഹ്ക്ക് കൊടുത്ത്
അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കയറിപ്പോകാൻ, റസൂലുള്ളാഹിന്റെ ജിവാറിന് വേണ്ടി, സാമീപ്യത്തിന് വേണ്ടി ചെല്ലാൻ കാലിയായി പിച്ചിപ്പറഞ്ഞ വസ്ത്രവുമായി ചെല്ലത് സ്വർഗത്തിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്ത സമ്പത്തും സ്വർഗം വിലക്ക് വാങ്ങിയതായിരുന്നു സ്വഹൈബ്. ആ കച്ചവടമാണ് റസൂലുള്ളാഹി പറയുന്നത്, റബ്ബിഹൽ ബൈഉ അബാ യഹ്യ, അബൂ യഹ്യ, ഈ കച്ചവടം വലിയ നല്ല കച്ചവടമായി പോയല്ലോ, സ്വർഗത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി വന്ന കച്ചവടം, ഇതാണ് യഥാർത്ഥത്തിൽ ലാഭക്കച്ചവടം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ആ മഹാന്മാരായ ആളുകളൊക്കെ സ്വർഗം അല്ലാഹു തആല, അള്ളാഹിൻ്റെ റസൂൽ സ്വർഗത്തിൻ്റെ ചീട്ട് വായിച്ച കൂട്ടത്തിൽ വായിച്ച് പറഞ്ഞവരാണ്. അവർക്കും വാഗ്ദാത്തം കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും. അപ്പം ആ മഹാന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയവനാണ് സിദ്ദീഖ്. അവരൊക്കെ സിദ്ദീഖുകളായിരുന്നു. അവരുടെ കാലത്ത് ജീവിച്ചിരിക്കാൻ പറ്റില്ലെങ്കിലും നമുക്കും സിദ്ദീഖുകളാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പിൽക്കാലത്തൊരു സമൂഹം വരും, നാശങ്ങളുണ്ടാകുമ്പോൾ ദീനിലും മുസ്ലിമീങ്ങളിലും സമൂഹത്തിലും നാട്ടിലും ദീനിനെയും വിശ്വാസത്തെയും പരീക്ഷിക്കുന്ന, നന്മകളും തിന്മകളും തിരിച്ചറിയാത്ത, ദീനിയായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തീക്കണൽ കയ്യിലെടുത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരും. ആ കാലത്ത് വിശ്വാസത്തിലും ദീനിലും സത്യത്തിലും ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് 50 ആളുകളുടെ പ്രതിഫലമുണ്ടായിരിക്കും. 50 പേരുടെ 1:50 50 പേരുടെ പ്രതിഫലമുണ്ടായിരിക്കും ഉറച്ചു നിൽക്കുന്നവർക്ക്. സഹാബിമാർ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലെ 50 ആളുകളുടെ പ്രതിഫലമാണോ സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളും ആ മഹാന്മാരുമായി റസൂലുള്ളാഹി പുകഴ്ത്തി പറഞ്ഞ സഹാബിമാരുടെ കൂട്ടത്തിലെ 50 ആളുകളുടെ പ്രതിഫലമാണോ? അതല്ല, ആ കാലഘട്ടത്തിൽ പിൽക്കാലത്ത് ദീനൊക്കെ തകർന്ന് സമൂഹത്തിൽ സത്യവും അസത്യവും നേരും നെറികേടും വേർതിരിച്ചറിയാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലെ 50 ആളുകളാണോ ഞങ്ങളുടെ കൂട്ടത്തിലെ 50 ആളുകളാണോ? 50 ആളുകളുടെ ബ്രാൻഡ് എന്താണ്? സഹാബിമാരിലെ 50ഓ പിൽക്കാലത്തിലെ 50ഓ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 50 മിൻകും, നക്ഷത്രങ്ങളെപ്പോലെ എന്ന് പ്രവാചകൻ സൂചിപ്പിച്ച സഹാബികളാകുന്ന നിങ്ങളിലെ 50 ആളുകളുടെ പ്രതിഫലം അന്ന് ദീൻ പിടിച്ചു നിൽക്കുന്നവരുണ്ടായിരിക്കും. അവരാണ് സിദ്ദീഖുകൾ. നമുക്ക് ആ സിദ്ദീഖുകളായിക്കൂടെ? അബൂബക്കർ സിദ്ദീഖിൻ്റെ കഥ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ പരിഷ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന യുദ്ധങ്ങളും അന്ന് നേടിയ ഭൂമികളുമൊക്കെ പഠിച്ചു മനസ്സിലാക്കുന്ന ഒരു സോഷ്യൽ സ്റ്റഡീസ് മനസ്സിലാക്കുന്നതിനേക്കാളും സിദ്ദീഖുൽ അക്ബറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടത് അദ്ദേഹം സിദ്ദീഖായിരുന്നു. ഒരു കാര്യം സത്യമാണ് എന്നറിഞ്ഞാൽ അത് അദ്ദേഹം സ്വീകരിക്കും. മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാം ഇല്ലാ വകാനത്ത് മിൻഹു ഇൻദഹു കബ്വ ഇല്ലാ അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് ഒരുപാട് ആളെ ക്ഷണിച്ചിട്ടുണ്ട്. ആരെ ക്ഷണിക്കുമ്പോൾ ഒരു ചവിട്ടിപ്പിടുത്തം ഉണ്ടാവും, ഒരു ഗബുവത്ത്, ഒരു ചവിട്ടിപ്പിടുത്തം. സ്വീകരിക്കണോ വേണ്ടേ? ഒന്ന് കണക്ക് കൂട്ടി അങ്ങനക്കായ ഒരു ഗബുവത്ത്. ഇല്ല അബൂബക്കർ, അബൂബക്കറിനല്ലാതെ. അബൂബക്കറിനെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ സത്യം ആണ് അബൂബക്കർ ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയവുമില്ലാതെ, ഒരിക്കലെങ്കിലും ഒരു നിമിഷം പോലും ശങ്കിച്ചു നിൽക്കാതെ അസിദ്ദീഖ് സത്യമായി അദ്ദേഹം അംഗീകരിച്ചു. മക്കയിൽ കിടന്നുറങ്ങുന്ന പ്രവാചകൻ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം 1 മാസം നടന്നാൽ പോകുന്ന വഴി ദൂരമുള്ള, 1 മാസത്തെ വാഹനപ്പുറത്ത് യാത്ര ചെയ്താൽ പോകുന്ന വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലെത്തി. റസൂലുള്ളാഹി ഒരിക്കൽ നേരം വിളിക്കുമ്പോൾ പറയാ, ഞാൻ ഇന്നലെ രാത്രി ഫലസ്തീൻക്ക് പോയി, അവിടുന്ന് ഏകാനാകാശത്ത് പോയി, സിദ്റത്തുൽ മുൻതഹൻ്റെ അവിടെ പോയി, തിരിച്ച് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ വന്നു. അവിടെ കുറേ ആളുകൾക്ക് ഇമാമായി നിസ്കരിച്ചു. എന്നിട്ട് അവിടുന്ന് ബുറാഖിൻ്റെ മുകളിൽ കയറി മക്കത്ത് വന്ന് കിടന്നുറങ്ങി. ഞാൻ അപ്പം നീക്കുകയാണ്, ഇവിടുന്ന് കിടന്നുറങ്ങുമ്പോൾ നീക്കുക, കിടക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു, നീക്കുമ്പോഴും അവിടെ ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ആളുകൾ കൈകൊട്ടി ചിരിച്ചു. ഒരു സത്യം അദ്ദേഹം പറയുന്നത് സംഭവിച്ചതാണ്, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ എല്ലാവരും ചിരിച്ചു. മുസ്ലിമീങ്ങൾ വരെ ഉണ്ടോ അങ്ങനെ നബി പറഞ്ഞോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ എല്ലാം സത്യമാക്കുന്ന ആളല്ലേ. ഖുറൈശികൾ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കർ ഇപ്പം കള്ളി പൊളിഞ്ഞു നിൻ്റെ കൂട്ടുകാരൻ്റെ. എന്താ?
ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഹറമിൽ മക്കത്ത് വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഹറമിൻ്റെ അടുത്തുണ്ടായിരുന്ന മുഹമ്മദ് 1 മാസം പോയുന്ന വഴി ദൂരത്തുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയി നിക്കരിച്ചാലോ, അവിടുന്ന് 7-ാം ആകാശത്ത് പോയത്രേ, അവിടുന്ന് കണ്ട് വന്നത്രേ, അവിടുന്ന് തിരിച്ച് മക്കത്തേക്ക് വന്ന് കിടന്നുറങ്ങിയത്രേ. എന്ത് കള്ളക്കളയാണ് ഈ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? അതെ പറയുന്നുണ്ട്. ശരി, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഇതെന്താണ് നമുക്ക് പഠിപ്പിക്കുന്നത്? ഒരു വിഷയം സത്യമാണ്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, അള്ളാഹുവിൻ്റെ വചനമാണ്, റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്, സഹിയായ ഹദീസാണ് എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള, എന്ന് അംഗീകരിക്കാനുള്ള ഒരു സിദ്ദീഖിൻ്റെ മനസ്ഥിതി വേണം നമുക്ക്. ആ സിദ്ദീഖുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സിദ്ദീഖാണ് വേണ്ടത്. അങ്ങനെ ഒരു സിദ്ദീഖ് ഒരു സത്യവാനായതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലൗ കുൻതു മുത്തഖിദൻ മിനൽ ഇബാദി ഖലീലൻ ലത്തഖദതു അബൂബക്കർ ഖലീല. അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരാളെ ഞാനൊരു കൂട്ടുകാരനായി സ്വീകരിക്കുകയാണെങ്കിൽ അബൂബക്കറിനെ കൂട്ടുകാരനാക്കുമായിരുന്നു. പക്ഷേ അള്ളാഹ് ഒരു ഖലീൽ എന്ന പട്ടം കൊടുക്കാൻ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അള്ളാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഖലീൽ എന്ന പട്ടം കൊടുത്തു, പദവി കൊടുത്തു. എന്നാൽ ആ പദവി കൊടുക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിക്കാത്തത് കൊണ്ട് ഞാൻ അബൂബക്കറിനെ ഖലീലുർ റസൂൽ എന്ന് വിളിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം ആ സ്ഥാനത്തിന് അർഹനാണെന്ന് പറഞ്ഞ് സിദ്ദീഖ് പട്ടം നൽകിയിട്ടാണ് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ചത്. സഹോദരന്മാരെ, ആ സിദ്ദീഖുകളായി മാറുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം, അദ്ദേഹം ഭരണരംഗത്ത് സ്വീകരിച്ചിരുന്ന നിലപാട് ഒറ്റ വാക്ക് മാത്രം പറയാം. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾ ഓരോരു പ്രഭാഷണം നടത്തി. നമ്മളും വേണം പ്രഭാഷണം നടത്തുക. യൂണിറ്റിലെ നേതൃത്വം, മെമ്പർഷിപ്പ്, കുടുംബത്തിൻ്റെ നായകത്വം എന്ന് തുടങ്ങി സമൂഹത്തിൻ്റെ ഏത് രംഗത്ത് 4 ആൾക്ക് 2 ആൾക്ക് നേതാവായ 3-ാമത്തെ ആൾ ഇമാമാകണമല്ലോ, നേതാവാകണമല്ലോ. ഏതൊരു നേതൃത്വവും സ്വീകരിക്കേണ്ട നിലപാട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് ഇന്ന് പ്രത്യേകിച്ചും നമുക്കൊക്കെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബി ഖൈരിക്കും ഇന്നി ഉല്ലീതു അലൈക്കും വലസ്തു ബി ഖൈരിക്കും, ഞാൻ നിങ്ങളെക്കാളും ഉത്തമനൊന്നുമല്ല. കണ്ടോ ആ വിനയം? എന്നെ നേതാവാക്കി തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ എന്നെയാണ് വലിയ ആൾ എന്നല്ല പറഞ്ഞത്, അഹങ്കാരമുണ്ടായില്ല. ഞാൻ നിങ്ങളെക്കാളും ഉത്തമനല്ല. അതുകൊണ്ട് ഞാൻ സത്യത്തിൻ്റെ മാർഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഫഇൻ അഹ്സൻതു ഫഅഈനൂനി, നിങ്ങൾ എന്നെ സഹായിക്കണം. അതാണ് നേതാവും പ്രജയും തമ്മിലുള്ള ബന്ധം. നേതാവ് സത്യം പറഞ്ഞാൽ ആ നേതാവിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. നേതാവ് തിരിയുന്നുണ്ടെങ്കിൽ, തലക്കം മറിയുന്നുണ്ടെങ്കിൽ, മലക്കം മറിയുന്നുണ്ടെങ്കിൽ നേതാവിനെ മട്ടിമാറ്റി സത്യത്തിൻ്റെ പിന്നാലെ പോകണം. ഇത് ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന, സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന നമുക്ക് ഏറ്റവും വലിയ പാഠമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഫഇൻ അഹ്സൻതു ഫഅഈനൂനി, ഞാൻ നന്മ ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വഇൻ അസഅതു, ഞാൻ തെറ്റ് ചെയ്താൽ ഫഖവ്വിമൂനി, എന്നെ നിങ്ങൾ നേരെയാക്കണം. എന്നെ നിങ്ങൾ നേരെയാക്കേണ്ടത് എങ്ങനെയാണോ കഴിയുന്ന മാതിരി എന്നെ നിങ്ങൾ ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കണം. അതല്ലാതെ നേതാവിൻ്റെ പിന്നാലെ കുഞ്ഞാടുകളായി പോകുന്ന, നേതാവ് കുഫർ എന്ന് പറഞ്ഞാൽ കുഫറും ശിർക്ക് പറഞ്ഞാൽ ശിർക്കും, നേതാവ് തോന്നിവാസി എന്ന് പറയുമ്പോൾ തെന്നുവാസിയും, നേതാവ് ഇപ്പം നല്ലവനാണെന്ന് പറയുമ്പോൾ നല്ലവനുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പിടിക്കുന്ന ആ തരത്തിലുള്ള വ്യാജ നേതാക്കന്മാരെയല്ല മുസ്ലിം സമുദായത്തിന് ആവശ്യമായിട്ടുള്ളത്. സത്യത്തിന് വേണ്ടി നേതൃത്വം നൽകുക. ആ നേതൃത്വം സത്യത്തിൻ്റെ മാർഗത്തിലല്ലെങ്കിൽ തിരിഞ്ഞു നടക്കാനുള്ള ധൈര്യം കാണിക്കുക. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളെ ഭരണത്തിലെ ഒന്നാമത്തെ നയപ്രഖ്യാപന പ്രസംഗമായി നമ്മളെ പഠിപ്പിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 2ാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രത്തിലും നമുക്കൊരുപാട് സംഭവങ്ങളുണ്ട്. നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു വിശ്വാസിയാകുന്നതിൻ്റെ മുമ്പ് സഹാബിമാർ പറയുമായിരുന്നു, ഇബ്നുൽ ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാൽ പോലും, സഹാബിമാരല്ല, നാട്ടുകാർ, ജാഹിലീങ്ങളായ ഖുറൈശികൾ, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഉമറുൽ ഖത്താബ് മുസ്ലിമാവില്ല കേട്ടോ. അത്തരം മോശക്കാരനാണ് ഉമറുൽ ഖത്താബ്.
ഇബ്നുൽ ഖത്താബിൻ്റെ കഴുത ഇസ്ലാം മതം സ്വീകരിച്ചാലും ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിം ആവില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബിനെ പറ്റി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണെന്നറിയാമോ? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം ബി അഹബ്ബി റജുലൈനി ഇലൈക് അബൂ ജഹൽ വ ഉമർ. അല്ലാഹുവേ, അബൂ ജഹൽ, ഉമർ രണ്ടുപേരെ അള്ളാഹുവിൻ്റെ മുന്നിൽ റസൂലുള്ളാഹി മുൻനിർത്തുകയാണ്. ഖുറൈശികളുടെ കൂട്ടത്തിലെ പ്രവാചകന്റെ ശത്രുക്കൾ, വിശ്വസിക്കാത്ത രണ്ടാളുകൾ, ഉമർ, അബൂ ജഹൽ. അബൂ ജഹലിൻ്റെ പെങ്ങളെ മോനാണ് ഉമർ. അതും കൂടിയുണ്ട്. അബൂ ജഹലിൻ്റെ പെങ്ങൾ ഹന്തമയുടെ മകനാണ് ഉമർ. അമ്മോനും മരുവനുമാണ്. ഈ അമ്മാമനെയും മരുമകനെയും കൂട്ടത്തിൽ അഹബ്ബുർ റജുലൈനി ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് റബ്ബേ? നിനക്ക് ഏറ്റവും ഹബീബായ ആളാരാണോ റബ്ബേ? ആ ഹബീബിനെ കൊണ്ട് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം, ഇസ്ലാമിനെ നീ ഇസ്സത്തുള്ളവനാക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അവസാനം ഹിജറ നബുവത്തിൻ്റെ 6-ാമത്തെ കൊല്ലം, 6 കൊല്ലം ഒളിച്ചു നടന്നിരുന്ന റസൂലുള്ളാഹിയും സഹാബികളും 6-ാമത്തെ കൊല്ലം ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ സഹാബിമാർ ഉറക്കെ പറഞ്ഞു, ഉമർ വിശ്വാസികളായപ്പോഴാണ് ഞങ്ങളൊന്ന് അന്തസ്സോടുകൂടി കഅബയിലേക്ക് ഇറങ്ങി നടക്കാനുള്ള ജീവൻ കിട്ടിയത് എന്ന്. അത്ര വലിയൊരു മഹത്വത്തിലേക്ക് കഴുത ഇബ്നുൽ ഖത്താബിൻ്റെ, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാൽ പോലും ആവില്ല എന്ന് ജാഹിലിയാക്കൾ പറഞ്ഞ ആ വൃത്തികെട്ടവരിൽ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞിരുന്ന കഴുതയേക്കാളും മോശം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളെ അല്ലാഹു തആല ഇസ്ലാമിൻ്റെ ഇസ്സത്തിൻ്റെ കാരണമാക്കി മാറ്റി. അബൂ അബ്ദുല്ലാഹി ശൈബാനി അദ്ദേഹത്തിൻ്റെ ഫളായിലുൽ ഇമാമൈൻ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, 21 സ്ഥലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലാഹു തആല ആയത്തിറക്കിയത് എന്ന്. ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഒരുപാട് ചെറപിടിക്കപ്പെട്ട ബന്ധനസ്ഥരായ ആളുകളുണ്ട്. റസൂലുള്ളാഹിൻ്റെ കുടുംബക്കാരുണ്ട്, ഉമർ ഖത്താബിൻ്റെ കുടുംബക്കാരുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരുണ്ട്, സഹാബിമാരുടെ ബാക്കിയുള്ളവരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് ബന്ധനസ്ഥനായി. 70-ഓളം ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു, എന്താ വേണ്ടത്? എന്താ അബൂബക്കറെ ബല കൊണ്ട് ചെയ്യേണ്ടത്? ഈ മനുഷ്യന്മാർ നമ്മളോട് യുദ്ധം ചെയ്യാമെന്ന് കണ്ട് ഓലപ്പഞ്ഞ് എന്താ കാട്ടണേ? നമ്മൾ മറ്റുള്ളൊരു 10-70 ആളെ പോലെ ഇന്ന് മരിച്ചു. ഇവരെ നമ്മൾ കിട്ടിയല്ലോ, നമ്മളെ കയ്യിൽ കിട്ടിയല്ലോ, ഇവർ നമ്മളെ ഏറ്റവും ഉപദ്രവിച്ച ആളുകളാണ്. എന്തപ്പഞ്ഞ് വേണ്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട നബി, പാവങ്ങളാണ്. പട്ടിണി പോലെ നേതാക്കന്മാരൊക്കെ മരിച്ചു, ഈറ്റങ്ങളൊക്കെ പാവങ്ങളാണ്. നമ്മളെ പോലെ എന്തെങ്കിലുമൊക്കെ പോലെ നിന്നുള്ളത് വാങ്ങിയിട്ട്, പ്രായശ്ചിത്തം വാങ്ങിയിട്ട്, ഫൈൻ അടപ്പിച്ച് കണ്ട് വിട്ടളി, നന്നായിക്കോളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. നമ്മളെ ബാക്കിയുള്ളവർ തന്നെയല്ലേ. അവസാനം ഓല കൂട്ടത്തിൽ നേതാക്കന്മാരും മരിച്ചും ചെയ്തു. ഇതൊക്കെ നമ്മളെ ചോര തന്നെയല്ലേ, വിട്ടളയാ. അബൂബക്കറിന് തോന്നല് അബൂബക്കറെ എനിക്കും അങ്ങനെ തന്നെ തോന്നി. നമ്മൾ വിടുക, നമ്മൾ ഉമറിനോട് കൂടി ഞാൻ ചോദിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു, എന്താണ് റസൂലേ വില കൊണ്ട് ചെയ്യുന്നത്? എന്താ പറയാൻ എൻ്റെ അഭിപ്രായം? സകലെണ്ണത്തിനും കൊല്ലണം. ഉമർ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെയാണല്ലോ, ഒറ്റൊന്നിനും ബാക്കി നിൽക്കരുത്, സകലം ശരിയാക്കണം. ഓ, വല്ലാത്തൊരു ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു പോയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞു, വേണ്ട, കൊല്ലണ്ട, നമ്മൾ പറഞ്ഞ മാതിരി ചെയ്യാം. അങ്ങനെ ഏതായിരുന്നാലും അവരിൽ നിന്ന് ഫിദിയ വാങ്ങാൻ വേണ്ടി നബി തീരുമാനം അള്ളാഹുവിൻ്റെ ഒരു ഖളാ ആണ്, അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ്. ഫിദിയ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. തീരുമാനം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആയത്തിറക്കി, മാ കാന ലിന്നബിയ്യി അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർള്. ആയത്തിൻ്റെ ഹംസകുട്ടി സലഫിയോട് എത്തിയിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. മുഹമ്മദ് നബിക്ക് ഇങ്ങനെയുള്ള ആളുകളെ പിടികൂടിയാലേ ഇപ്പം തന്നെ വിട്ടയക്കാനൊന്നും ശരിയായില്ല.
വിട്ടയക്കാന്ന് തീരുമാനിച്ചത് ശരിയായില്ല. ഏതായിരുന്നാലും മുഹമ്മദ് നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചല്ലേ, വിട്ടയച്ചാളി, അള്ളാഹ് കൽപ്പിച്ചു, വിട്ടയച്ചാളി, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു വിട്ടയച്ചോട്ടെ. പക്ഷേ ശരിയായില്ല വിട്ടയച്ചത്, പാടില്ലായിരുന്നു, അങ്ങനെ വിട്ടയക്കാൻ പാടില്ലായിരുന്നു. ഏതായി തീരുമാനം? ഉമർ ഖത്താബിൻ്റെ തീരുമാനമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങി കേട്ടപ്പോൾ റസൂലുള്ള കരഞ്ഞു. ഒരു ഭാഗത്ത് ചാരിയിരുന്നു കൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ കരയുകയാണ്. സംഗതി ചെയ്തത് ജിബ്രീൽ അംഗീകരിച്ചു, അള്ളാഹ് അംഗീകരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത് ശരിയായില്ല എന്ന് അല്ലാഹു തആല സൂചന നൽകിയല്ലോ. ഇതായിരുന്നില്ലല്ലോ തീരുമാനം, വേണ്ടിയിരുന്നില്ല എന്ന് അള്ളാഹ് പറഞ്ഞില്ലേ. ഏതായിരുന്നാലും അള്ളാഹിൻ്റെ തീരുമാനം അംഗീകരിച്ചു, അള്ളാഹിൻ്റെ തീരുമാനം അള്ളാഹ് അംഗീകരിച്ചു, ജിബ്രീലും അംഗീകരിച്ചു, കുറ്റം കിട്ടൂല. പക്ഷേ അതല്ല ശരി എന്നല്ലേ അള്ളാഹു ഇതിൽ കൂടി സൂചിപ്പിക്കുന്നത്. റസൂലുള്ള വാവിട്ട് കരഞ്ഞു, മുക്കി മുക്കി കരഞ്ഞു. റസൂലുള്ള കരയുന്നത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ കൂടുതൽ കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഈ കരച്ചിൽ കണ്ടിട്ടാണ് വരുന്നത്. ഉമർ ചോദിച്ചു, എന്തേ റസൂലെ കരയാൻ? റസൂലുള്ളാഹിക്ക് മിണ്ടാൻ കഴിയുന്നില്ല. എന്തേ അബൂബക്കറെ നിങ്ങൾ കരയുന്നത്? രണ്ടുപേരും കൂടി മിണ്ടാൻ കഴിയുന്നില്ല രണ്ടുപേർക്കും. ഉമർ പറഞ്ഞു, പറയുക, നിങ്ങൾക്ക് കരയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും വേണം കരയാൻ. ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്, ഞാനൊന്ന് കരയട്ടെ, എന്താ പ്രശ്നം? അപ്പോഴാണ് ഈ ആയത്ത് ഓതിക്കൊടുക്കുന്നത് റസൂലുള്ളാഹ്. ഉമർ 21 സ്ഥലത്ത് ഇതുപോലെ 21 സ്ഥലത്ത് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ സ്ത്രീകളിങ്ങനെ റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്ന് പല സ്ത്രീകളും പല മസ്അലകളും ചോദിക്കാനും പ്രാർത്ഥിക്കാൻ പറയാനൊക്കെ വന്നപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സ്ത്രീകൾക്കൊക്കെ ഒരു ഒളിമറിയൊക്കെ നല്ലതേന്നു. ഏതായിരുന്നാലും റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഈ തിരക്കിക്കൂടി നിൽക്കേണ്ടോ നല്ലതല്ല, ഒരു ഒളിമറിയൊക്കെ നല്ലതേന്നു, ആയിക്കോട്ടെ എന്താ കാട്ടുക എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിക്ക് പറഞ്ഞു കൊടുത്തു ഹിജാബിൻ്റെ ഹിജാബിൻ്റെ ആയത്ത് ഇറക്കി കൊടുത്തു റസൂലുള്ളാഹിക്ക്. 21 സ്ഥലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൻ്റെ ശേഷം അതിനനുസരിച്ച് അല്ലാഹു തആല ഖുർആനിൻ്റെ വചനങ്ങൾ, ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ, പക്ഷേ ആ ഉമറും അബൂ ലുഅത്തുൽ മജൂസിയുടെ കുത്തേറ്റാണ് മരിച്ചത്. ആ മഹാനായ ഖലീഫ എന്താ കാരണം? അവർക്കൊക്കെ പ്രയാസങ്ങൾ, ആർക്കും പ്രയാസങ്ങളുണ്ടാവും, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും. അവർ അനുഭവിച്ച പ്രയാസത്തിൻ്റെ ഒരു അംശം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അബൂ ലുഅത്തുൽ മജൂസിയുടെ കുത്തേറ്റ് മരണപ്പെട്ടു പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മരിക്കാൻ കിടക്കുന്ന ചോര വാർന്നു പോയി മെല്ലെ മെല്ലെ ക്ഷീണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം മുടക്കരുത്, ഞാൻ ഇവിടെ കുത്തേറ്റ് കിടക്കുകയാണെങ്കിലും നിസ്കാരം മുടക്കണ്ട, ഇങ്ങോട്ട് വന്ന ഒരാളെ ഇമാമ് നിർത്തി. എന്നിട്ട് നബി നിസ്കാരം അവിടുത്തെ ഉമർ ഖത്താബ് അവിടുത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബിമാരോട് വസിയത്ത് ചെയ്തു, അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ 6 ആളെ ഞാൻ ഏൽപ്പിക്കുന്നു. ആ ചരിത്രമൊക്കെ പിന്നീട് പറയേണ്ടതാണ്, നമ്മൾ പഠിക്കേണ്ട, നിങ്ങൾ വായിച്ചു പഠിച്ചോളി, ഇവിടെ നിന്ന് പറയേണ്ട കാര്യമല്ല. 6 ആളെ ഏൽപ്പിച്ചു. എൻ്റെ ശേഷം ഭരണം ഒരിക്കലും തർക്കമുണ്ടാവരുത്, ഒരിക്കലും തർക്കമുണ്ടാവരുത്. എൻ്റെ ശേഷം ഇന്ന ആളുകൾ കൂടി ആലോചിച്ച് ഭരണം നടത്തണം, ഭരണത്തിന് വേണ്ടി ആളെ തിരഞ്ഞെടുക്കണം. അതിന് മുസാവറ ചെയ്യാൻ എൻ്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെയും വിളിച്ചോളി. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ 6 ആളുകളുടെ കൂട്ടത്തിൽ പെടരുത്, ഈ 6ൽ ഒരാളെ ഖലീഫയായി തിരഞ്ഞെടുക്കണം. അതിന് മുസാവറ ചെയ്യാൻ എൻ്റെ മോൻ അബ്ദുള്ളനെയും വിളിച്ചോളി. പക്ഷേ അബ്ദുള്ള ഒരിക്കലും ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്ന 6ൽ ഒരാളുണ്ടാവരുത്. നോക്കുക, നിസ്വാർത്ഥമായ ഒരു ജീവിതത്തിൻ്റെ പ്രത്യേക നിസ്വാർത്ഥമായ ഒരു ജീവിതം. പേർഷ്യയിലെ രാജാവ് ഉമറിൻ്റെ ഭരണത്തിൻ്റെ മഹത്വം കേട്ട് അദ്ദേഹത്തെ ആദരിക്കാനും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കാനും സമ്മാനങ്ങൾ കൊടുക്കാനും വേണ്ടി പ്രതിനിധിയെ അയച്ചു. അദ്ദേഹം മദീന മുഴുവനും തപ്പി തിരഞ്ഞു നോക്കി, എവിടെയാ കൊട്ടാരം? മദീനത്ത് കൊട്ടാരമില്ല, മദീനത്ത് രാജാവിൻ്റെ കൊട്ടാരം കാണുന്നില്ല. പേർഷ്യയെ വിറപ്പിച്ച ഉമറിൻ്റെ കൊട്ടാരം തിരഞ്ഞ് അന്വേഷിച്ചിട്ട് അദ്ദേഹം അവസാനം ചോദിച്ചു, എവിടെയാ കൊട്ടാരം ഉമറിൻ്റെ? അദ്ദേഹത്തിന് കൊട്ടാരമില്ല. എവിടെയാണ് രാജാവിൻ്റെ സിംഹാസനം? അദ്ദേഹത്തിന് സിംഹാസനമില്ല. അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അദ്ദേഹവും കൂടിയിരിക്കുന്ന സദസ്സ് എവിടെയാണ്? മജ്ലിസ്. അദ്ദേഹത്തിന് മജ്ലിസില്ല. പിന്നെ എവിടെയാണ് നിങ്ങളുടെ രാജാവ്?
നിങ്ങൾ നടന്നു വന്ന വഴിയിൽ അവിടെ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നല്ലോ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു നോക്കൂ. അദ്ദേഹം തിരിഞ്ഞു നടന്ന് മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു ഫക്കീറിനെ കണ്ടു. വിളിച്ചുണർത്തി ചോദിച്ചു, ഞാൻ പേർഷ്യയിലെ രാജാവിൻ്റെ പ്രതിനിധിയാണ്. എവിടെയാണ് ഇന്നാട്ടിലെ രാജാവ്? ഉമർ. ഈ നാട്ടിൽ ഉമർ എന്ന രാജാവില്ല, ഉമർ എന്ന ഖലീഫയുണ്ട്, അമീറുൽ മുഅ്മിനീൻ ഉമർ. അത് ഞാൻ തന്നെയാണ്, നിങ്ങൾക്ക് എന്തു വേണം? അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അദൽത ഫഅമിൻത വനിംത. ഖലീഫ, നിങ്ങൾ സമൂഹത്തിനോട് നീതി ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് നിർഭയമായി എസ്കോർട്ടുകളില്ലാതെ നടക്കാൻ കഴിഞ്ഞു. വനിംത, മരച്ചുവട്ടിലും താങ്കൾക്ക് ഉറക്കം വന്നു ഖലീഫ. ഞങ്ങളുടെ രാജാക്കളും ഖലീഫമാരും ഇങ്ങനെയല്ല. അങ്ങനെയാണ് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പേർഷ്യയിലേക്ക് അദ്ദേഹം തിരിച്ചു പോയതും പേർഷ്യൻ രാജാവിനോട് ഉമറിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി പറയുന്നതും പിന്നീട് പേർഷ്യ ഇസ്ലാമിന് കീഴൊതുങ്ങാൻ മാത്രം പാകപ്പെട്ട് വിനയാന്വിതരായി വന്നതും ഉമറിൻ്റെ ഈ വ്യക്തിത്വമായിരുന്നു റളിയല്ലാഹു അൻഹു. പക്ഷെ നിങ്ങളറിയോ അതിൻ്റെയൊക്കെ ഒരു മറുവശം? ആ അബൂലുഅത്തുൽ മജൂസി, അദ്ദേഹത്തിൻ്റെ ജാറമുണ്ട് ഇറാനിൽ ഇന്നും ആരാധിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന, വിളക്ക് കത്തിക്കപ്പെടുന്ന ജാറം. അബൂലുഅത്തുൽ ഉമറുൽ ഖത്താബിനെ കൊന്നതിൻ്റെ മഹത്വം, സിയാക്കൾ അദ്ദേഹത്തിൻ്റെ ജാറം, വലിയ മാനം മുട്ടുന്ന ജാറങ്ങൾ, കുബ്ബകൾ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ജാറം ഇന്നും പൂജിക്കപ്പെടുന്നുണ്ട്. ചരിത്രത്തെ തിരുത്തി എഴുതി അബൂലുഅത്തുൽ മജൂസി മുസ്ലിമുൻ മുജാഹിദുൻ, മുസ്ലിമും മുജാഹിദുമാണ് എന്നാണ് അദ്ദേഹത്തിനെ പറ്റിയുള്ള ചരിത്രം. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറഞ്ഞു, മൽഊനുൻ കാഫിറുൻ കദ്ദാബുൻ മജൂസിയുൻ ഒക്കെ പറഞ്ഞു ചരിത്രം, സത്യത്തിൻ്റെ ചരിത്രം. പക്ഷേ ഇന്നും ആ ജാറം കൊല്ലാക്കൊല്ലം പെയിൻ്റ് അടിച്ച് പൂജിക്കപ്പെട്ട് ഷിയാക്കൾ ആദരിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ കാരണം എന്നറിയാമോ നിങ്ങൾക്ക്? ധീരത ചെയ്ത ആളുകളോടുള്ള ആ ഒരു ത്രില്ലുണ്ടല്ലോ, അതാണ് അവിടെ. ഇതൊന്നും ഇസ്ലാമല്ല സഹോദരന്മാരെ. ഈ ജാറും കാര്യങ്ങളും ഷിയായിസവും അതിൻ്റെ പിന്തുടർച്ചമായ തീവ്രതയും അതിയായ ആരും മുസ്ലിമല്ല ഞാനല്ലാത്തോലെ, ആർക്കും സുന്നത്തില്ല ഞങ്ങൾക്കല്ലാതെ, ആർക്കും ഈമാനില്ല ഞങ്ങൾക്കല്ലാതെ എന്നൊക്കെ പറയുന്ന അമിത തീവ്രതയുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെയൊക്കെ കുറച്ച് ചെറിയ ഇളങ്കാറ്റാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ മോചിച്ച് അൽ ഖസ്ദ തുബ്ലുഗു, ഒരു മിതത്വത്തിലേക്ക് വരണം. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവസാനം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ കൊല്ലുന്നതൊരു വ്യക്തിയല്ല, പക്ഷേ ഒരുപാട് ആളുകളാണ്. അവർ ആരായിരുന്നു? മദീന പള്ളിയിൽ ജമാഅത്തായി നമസ്കരിച്ചിരുന്നവരായിരുന്നു. ദീനിൻ്റെ പിൽക്കാലത്ത് ദീനിൻ്റെ ആളുകളായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൊന്നത് ഏറ്റവും നീതിമാനായ, ഏറ്റവും വിനയാന്വിതനായ. നോക്കൂ, മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തിന് ഇന്ന് കാണുന്ന വിശാലമായ കെട്ടിടങ്ങൾ മദീന വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹറം ഇന്നും വികസിപ്പിക്കുകയാണല്ലോ. ഈ റമദാനിൻ്റെ തൊട്ടു മുമ്പുള്ള ആഴ്ചയിലും അവിടെ നിരന്തരമായി പണി നടക്കുകയാണ്. ആ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദീന പള്ളിയും മദീനായുടെ ആ റൗള ഷരീഫ്, റസൂലുള്ളാഹി ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരിത്ര സ്ഥലം, അതല്ലേ റൗള ഷരീഫുള്ളൂ? ഈ സ്ത്രീകളിരിക്കുന്ന അല്ലെങ്കിൽ പുരുഷന്മാരിരിക്കുന്ന അതിൻ്റെ പകുതി സ്ഥലം, അത്ര വലിപ്പമുള്ളൂ റൗള ഷരീഫ്. അത് കഴിഞ്ഞാൽ മദീന പള്ളിയുടെ ഇന്നത്തെ വികസിച്ച ഭാഗം, ആ വികസിച്ചതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഇതെല്ലാം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന് വിലക്ക് വാങ്ങി വഖഫ് ചെയ്തതാണ്. വഖഫിൻ്റെ വില, നമുക്കൊരു പള്ളിക്ക് ഒരു 1000 ഉറുപ്യ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 1000 ഉറുപ്യ ഇനിയും വന്നു പള്ളിപ്പിരുവേര്. പള്ളിക്ക് വേണ്ടി ഒരു പായ വാങ്ങാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അത് പായ കേടൊരോളം നിക്കരിച്ചാണല്ലോ. ഇനി വന്നു ഇപ്പം പിരിവ് പള്ളിയും ഒക്കെ അല്ലേ. നമുക്കൊരു വഖഫ് ചെയ്യാനും സദഖത്ത് ജാരിയൊക്കെ മടിയാണ്. നോക്കൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ വഖഫാണത്. മദീന പള്ളിയിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറത്ത് പോയി നോക്കൂ, ഏക്കറക്കണക്കിന് വിശാലമായ ഒരു പറമ്പുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിഅ്റു റൂമ. റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു, മദീനക്കാർ പട്ടിണി കിടക്കുകയാണ്, ദാഹിച്ചിരിക്കുകയാണ്, അവരുടെ തൊണ്ട വരണ്ടിരിക്കുന്നു, വെള്ളം കുടിക്കാനൊന്നുമില്ല. ജൂതൻ്റെ കയ്യിലുള്ള റൂമ കിണറുണ്ട്, ആ കിണർ ജൂതൻ വിൽക്കാൻ തയ്യാറായിരിക്കുന്നു. വമ്പിച്ച വിലയാണ്, ഇല്ലാത്ത വിലയാണ് പറയുന്നത്.
മാർക്കറ്റ് വിലയേക്കാളും ഇരട്ടി വില. എന്ത് വില കൊടുത്തും റൂമാ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഫലഹുൽ ജന്ന, സ്വർഗമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ റൂമാ കിണറിലേക്കൊന്ന് പാളി നോക്കി എടുത്ത് എന്നിട്ട് റസൂലിൻ്റെ അടുക്കൽ പറഞ്ഞു, ജൂതൻ്റെ അടുക്കൽ എന്ത് വില പറഞ്ഞാലും തരാം. അപ്പ കച്ചവടമാക്കി റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. റസൂലുള്ള, ഇനി നിങ്ങൾക്കുള്ളതാണ് റൂമാ കിണർ, വെള്ളം കുടിച്ചോട്ടെ. ആ കിണർ വഖഫുകളാണതൊക്കെ, വഖഫുകൾ. അങ്ങനെയൊക്കെ ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ പായിൽ കിടന്ന് മരിച്ചിട്ടില്ല. എന്തേ? ദീനിന് വേണ്ടി. അങ്ങനെ മരിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്, ത്യാഗമാണ് അവരുടെ ജീവിതത്തിലെ ത്യാഗം. ഒരു ഫാനില്ലാതെ വീട്ടിൽ പോലും കറണ്ടില്ലാത്ത നേരത്ത് കിടന്നുറങ്ങാൻ കഴിയാത്ത, ത്യാഗം സഹിക്കാൻ തയ്യാറില്ലാത്ത നമ്മൾ ഈ മഹാന്മാരുടെ ചരിത്രം എന്തിനാണ് പഠിക്കുന്നത്? അവരൊക്കെയാണ് മഹാന്മാർ. അദ്ദേഹത്തെയും കൊല്ലപ്പെടുത്തി. തർക്കം, കലഹമാണ്, തർക്കം, അനാവശ്യമായ തർക്കം. അവനാണോ ഞാനാണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുള്ള തർക്കം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ല, ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് ആ ഖലീഫയെ പറ്റി, അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് സ്ഥാനം കളയാൻ വേണ്ടി, അദ്ദേഹത്തെ അങ്ങോട്ട് ഖിലാഫത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇല്ലാത്ത കള്ള ആരോപണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങോട്ട് ഇല്ലാതെയാക്കി നശിപ്പിച്ചപ്പോൾ ആൾക്കാർ വിചാരിച്ചു, സാധാരണക്കാർ ഇതൊക്കെ ശരി തന്നെയാണ്, എന്നാ ഉസ്മാനാണ് തട്ടിക്കളയാവുന്ന. ആണ് തട്ടിക്കളഞ്ഞതാണ്, കൊന്നതാണ്, തലക്കടിച്ച് കൊന്നതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇതൊക്കെ ഇന്നും നടക്കണില്ലേ? പ്രത്യാരോപണങ്ങളും തകർക്കലുകളും. ഇതൊക്കെ സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മൾ സിദ്ദീഖുകളാവേണ്ടത്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കഴിഞ്ഞു. അവസാനം അലി ഇബ്നു അബി താലിബ്, അലിജും ഫിൽ ജന്ന എന്ന് പറഞ്ഞ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് മരിച്ചു കിടക്കുന്നത് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് ആയിഷ ബീവിൻ്റെ വീട്ടിൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്നത് ആയിഷ ബീവിൻ്റെ വീട്ടിൽ. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്നത് ജന്നത്തുൽ ബഖീയിൽ, കുറച്ച് അപ്പുറത്ത് ബഖീ ഖബർസ്ഥാനിൽ, ബഖീഉൽ ഖുർഖദി എന്ന ഖബർസ്ഥാനിൽ. ആ ഖബർ ഏതാണെന്ന് പോലും ഇന്നാർക്കും അറിഞ്ഞുകൂടാ. ആളുകൾ പറയുന്നു അതാണ് ഉസ്മാൻ്റെ ഖബർ. അത് ഉസ്മാൻ ഇബ്നു മദ്ഊനാണോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണോ എന്നൊന്നും കൃത്യമായി ചരിത്രത്തിലൊന്നും പറയാൻ സാധ്യമല്ല. നിങ്ങളൊക്കെ ബഖീഉൽ ഖുർഖദിൽ കയറി പോയിട്ടില്ലേ? അത്രയും മഹാനായ മനുഷ്യൻ്റെ ഖബർ പോലും വേറെ ആക്കിയിട്ടില്ല. എന്നിട്ടാണ് ഖബർ പൂജ. ഖബർ പൂജകളാണ് സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അതൊക്കെ നമ്മളെ തൗഹീദിൻ്റെ വശമാണ്. 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബി താലിബ്, അദ്ദേഹം പിന്നെ മദീനത്ത് നിന്ന് പോയി കൂഫയിലാണ് അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയാക്കി വെച്ചത്. കൂഫയിലാണ്. അവിടെ വെച്ച് അലി ഇബ്നു അബി താലിബ് ഒരുപാട് ചരിത്രം. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസാഹഫ് എഴുതിയ ഒരു മുസാഹഫ് ഉണ്ടാക്കി, ഒരു മുസാഹഫ് എഴുതി ഉണ്ടാക്കി. അതുവരെ എഴുതി ഉണ്ടാക്കിയ മുസാഹഫ് ഉണ്ടായിരുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ എഴുതി ഉണ്ടാക്കിയ മുസാഹഫ് 4 കോപ്പി എടുത്തിട്ട് നാട്ടിലേക്കൊക്കെ അയച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അലി ഇബ്നു അബി താലിബ് മുസാഹഫിന് അറക്കത്തിട്ടത് അലി ഇബ്നു അബി താലിബിൻ്റെ നേതൃത്വത്തിലാണ്. ആ ഭരണകാലത്താണ്. ആ ഈ ഓ ലമ്മും കസറും പത്തയൊക്കെ അത് ആദ്യം മുസാഹഫിൽ ലമ്മും കസറും പത്തയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കഥ എന്താ? അത് ഉണ്ടായിട്ട് വരെ നമ്മൾ അറക്കത്തനുസരിച്ച് ഓതാൻ കഴിയണില്ല മുസാഹഫ് നോക്കിയിട്ട്. അതില്ലാത്ത അലി ഇബ്നു അബി താലിബ് ഒക്കെ ഉണ്ടാക്കി. അതാവട്ടെ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ, അതൊന്നും ഇപ്പം പറയുന്നില്ല. ആ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 30ാമത്തെ കൊല്ലത്തിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാതൃക നമുക്ക് ഉണ്ടാക്കിയെടുത്തു. വിശാലമാക്കി അദ്ദേഹം ഇസ്ലാമിനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ, അലക്സാണ്ട്രിയ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭരണമൊക്കെ വ്യാപിച്ചു. അങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം അദ്ദേഹം കൊല്ലപ്പെട്ടു. ആരാണ് കൊന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആരാണെന്നറിയാമോ? അതൊക്കെ വെറുതെ കൊലയാളി വാടക ഗുണ്ടകളായിരുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അംർ ഇബ്നുൽ ആസ് ഈജിപ്ത് കീഴടക്കിയപ്പോൾ ഈജിപ്തിലെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ആളെ അയച്ചു തരണമെന്ന് പറഞ്ഞ അംർ ഇബ്നുൽ ആസ് ഉമർ ഇബ്നു ഖത്താബിന് കത്തെഴുതിയപ്പോൾ ഉമർ തിരിച്ചെഴുതി, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഇല്ലേ അവിടെ? അയാളവിടെ പള്ളീൻ്റെ അടുത്തല്ലേ താമസിക്കുന്നത്? അയാൾ പഠിപ്പിച്ചു തരൂല്ലേ ഖുർആൻ? അയാൾ ഫഖീഹായിരുന്നു, കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു, ഖുർആൻ പണ്ഡിതനായിരുന്നു, നന്നായിട്ട് ഖുർആൻ ഓരുന്ന ആളായിരുന്നു, ഖുർആനെ പറ്റി കൃത്യമായി അറിയുന്ന ആളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അതാ ഉമർ ഖത്താബ് പറഞ്ഞത്, അബ്ദുറഹ്മാൻ മുൽജിം ഉണ്ടാകുമ്പോൾ എന്തിനാ പിന്നെ
ഞാൻ ആളെ വേറെ അയച്ചു തരണം, ഇവിടെ ആഫിലിങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്, ഞാൻ അവിടേക്ക് അയച്ചു തരണോ, അയാളെ ഉപയോഗപ്പെടുത്തിക്കൊള്ളിയെന്ന്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിൻ്റെ വീട് ഖുർആൻ പഠിക്കുന്ന കേന്ദ്രമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അബ്ദുറഹ്മാനാണ് പിൽക്കാലത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്നത്. എന്തേ? അത്ര നല്ല മനുഷ്യന്മാർ ഇത്ര വലിയ അക്രമം ചെയ്യാൻ കാരണം അതാ തീവ്രത. ദീന് കൂടി ഞാനല്ലാത്ത അലി ഇബ്നു അബീ ത്വാലിബ് അടക്കം ദീനിന്ന് പോയി, ഞങ്ങളല്ലാത്തവരൊക്കെ ദീനിന്ന് പോയി എന്നുള്ള ഈ ചിന്ത ഉണ്ടല്ലോ, അതിതീവ്രമായ ചിന്ത, മഹാ അപകടം പിടിച്ച ചിന്തയാണ്. ആ മഹാ അപകടമാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ് 3 പേരെ കൊല്ലാൻ 3 പേർ ഒരു ഹജ്ജിൻ്റെ ശേഷം മക്കത്ത് വെച്ച് തീരുമാനിച്ചു 3 പേരെ കൊല്ലാൻ. ഒന്ന് അലിയിനെ കൊല്ലണം, മറ്റൊന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം, ഒരാളെയും കൂടി ഞാൻ വിട്ടുപോയി, ഓർമ്മ കിട്ടണില്ല. ഏതായിരുന്നാലും 3 പേരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. 3 പേരെ നിശ്ചയിച്ചു. 3 പേരെ, അതായത് ഇസ്ലാമിന് നേതൃത്വം നൽകുന്ന 3 ആളുകളെ, ധീരമായി നേതൃത്വം നൽകുന്ന 3 ആളുകളെ കൊല്ലാനാണ്. അതിന് 2 ആൾക്കും മറ്റേ 2 ആളെ കൊല്ലാൻ കഴിഞ്ഞില്ല. അവരിരുന്ന് പേച്ചുപോയി, തന്ത്രം പേച്ചുപോയി. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം കൊന്നു അലി ഇബ്നു അബീ ത്വാലിബിനെ. കൊന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, പള്ളിയിൽ ജമാഅത്തിന്, കൂഫയിലെ വലിയ പള്ളിയിൽ ജാമിഉൽ കുബറയിൽ ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളെ വിളിച്ചു പറഞ്ഞു, ഫുസ്തു റബ്ബൽ കഅബ വറബ്ബുൽ കഅബ, കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം, വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം, ഫുസ്തു, ഞാൻ എൻ്റെ ജീവിതം സാക്ഷാത്കരിച്ചു, ജീവിതത്തിലെ എൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ച് വിജയിച്ചിരിക്കുന്നു. എന്താ വിജയം? അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്നതാണ്. കഴിച്ചിലായി ഞാൻ, അള്ളാനെ തന്നെ സത്യം, ഞാൻ കഴിച്ചിലായി എന്ന് 4ാമത്തെ ഖലീഫനെ അലിജും ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്നിട്ട് വിളിച്ചു പറഞ്ഞ ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ആ വീണ് കിടക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ പറ്റി അലി പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഞാൻ മരിക്കുകയാണെങ്കിൽ ഇസ്ലാമിലെ നിയമപ്രകാരം കൊന്നവനെ കൊല്ലണം, അഥവാ ഞാൻ മരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ദേഷ്യത്തിന്, അലിജിനെ കുത്തിയ ദേഷ്യത്തിന് അബ്ദുറഹ്മാനെ തൊടാൻ പാടില്ല, പിടിച്ചോളൂ. അദ്ദേഹത്തിനെ നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ പിടിച്ച് ബന്ധനസ്ഥാക്കിക്കോളൂ. എന്നിട്ട് ഞാൻ സുഖമായിട്ട്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സുഖമായിട്ട്, എൻ്റെ പല്ലിനാണ് കേടെങ്കിൽ എൻ്റെ പല്ല് ഞാൻ എടുക്കും, എൻ്റെ കൈവിരലിനാണ് കേടെങ്കിൽ ഞാൻ കൈവിരലെടുക്കും, എവിടെയാണ് കേടെങ്കിൽ അതിനുള്ള ഖിസാസ്, പ്രതികാരം ഞാൻ ചോദിക്കും, അല്ലാതെ ഏറെ ഒന്നും ചെയ്യാൻ പാടില്ല. അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ കൊല്ലാം. കൊല്ലുമ്പോൾ നിങ്ങൾ ഇസ്ലാമിലെ ഹദ് പ്രകാരമല്ലാതെ അദ്ദേഹത്തിൻ്റെ അംഗഭംഗം നടത്തരുത്, കൂടുതൽ ഇഞ്ചിഞ്ചായി കൊല്ലരുത്, അദ്ദേഹത്തെ നശിപ്പിക്കരുത്, കൂടുതൽ കൊലപാതകത്തിന് വേണ്ടി, കൊലക്ക് വേണ്ടി തടവിലിടരുത്, ജയിലിലാക്കരുത്. ഇസ്ലാമിൽ ഒന്നാമതായി ജയിൽ തുടങ്ങിയ ആൾ അലി ഇബ്നു അബീ ത്വാലിബാണ്. ജയിൽ സംവിധാനം, പോലീസ് സംവിധാനം തുടങ്ങിയ ആൾ അലി ഇബ്നു അബീ ത്വാലിബാണ്. അദ്ദേഹം പറയുന്നത് പോലീസുകാരെ വിളിച്ചിട്ട് ജയിലിലിടരുത്, കൊല്ലുകയാണെങ്കിൽ വേഗം കൊല്ലണം, ഞാൻ മരിക്കുകയാണെങ്കിൽ. അതിൻ്റെ അംഗഭംഗം വരുത്തി വേദനിപ്പിച്ച് കൊല്ലരുത്, പെട്ടെന്ന് കൊല്ലണം. നോക്കൂ, ഒരു ഖലീഫയുടെ നീതി മരിക്കാൻ നേരത്തും. പക്ഷേ ആ മരിക്കാൻ കുത്തിക്കൊലപ്പെടുത്തിയ ഖലീഫനെ കൊല്ലാൻ വേണ്ടി കുത്തിക്കൊലപ്പെടുത്തിയ അബ്ദുറഹ്മാൻ്റെ അനീതി, ഫുസ്തു റബ്ബിൽ കഅബ, കഅബൻ്റെ റബ്ബിനെ തന്നെ സത്യം, ഞാൻ ജയിച്ചു എന്നാണ്. സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് കഴിഞ്ഞു പോയത്. എന്തെല്ലാം അക്രമത്തിൻ്റെ, തോന്നിവാസത്തിൻ്റെ, പ്രത്യേകിച്ചും ദീനിൻ്റെ പേരിൽ നമ്മളെ ശത്രുക്കൾ അവരാണ്, ഇവരാണ്, മറ്റോലാണ്, മറ്റേ മതക്കാരാണ്, ഇങ്ങേ മതക്കാരാണ്, ഇന്ന ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ നന്നായിരുന്നു എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ആദ്യം പറയേണ്ടത്. നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാവരുത്, എൻ്റെ ശത്രു ഞാനാവരുത്, നമ്മുടെ ശത്രുക്കൾ നമ്മളാവരുത്. അതാണ് മുസ്ലിമീങ്ങളെ അലി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ അമേരിക്കയിൽ നിന്നും റോമിൽ നിന്നും, അല്ലെങ്കിൽ അന്നത്തെ റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നുമല്ല ആൾക്കാരെ പറഞ്ഞയച്ചത്. മുസ്ലിമീങ്ങൾ തന്നെയാണ് കാരണക്കാർ, ഈ സമുദായത്തിൽ തന്നെയാണ് കാരണക്കാർ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മസ്ജിദു ഇജാബ എന്ന് ഇന്ന് പേരുള്ള മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചത്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചു 3 കാര്യം. പടച്ചോനെ, മദീനക്കാരെ ക്ഷാമം കൊണ്ട് കൊല്ലരുതേ. അള്ളാഹ് പറഞ്ഞു, ഇനി മദീനയിൽ ക്ഷാമം ഉണ്ടാവില്ല, അത് ഞാൻ നോക്കിക്കോളാം.
മദീനയിൽ വെള്ളപ്പൊക്കം കൊണ്ട് അപകടം ഉണ്ടാകരുതേ, ഞാൻ നോക്കിക്കോളാം അല്ല പറഞ്ഞു. അന്നൊക്കെ എന്നും വെള്ളപ്പൊക്കം കൊണ്ട് താഴ്വരയിൽ ജീവിക്കുന്നവർ മരിക്കുകയാണ് ഉണ്ടായത്. പടച്ചോനെ, ഞങ്ങളെ ഈ ഉമ്മത്തിന് നീ തമ്മിൽ കലഹിപ്പിക്കരുതേ, തല്ലിപ്പിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല, ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ല. അത് കുറച്ചൊക്കെ ഉണ്ടാവും സഹോദരന്മാരെ. അതുകൊണ്ട് ഭിന്നതകളും മുസ്ലിമീങ്ങളുടെ ശത്രുതയും മുസ്ലിമീങ്ങൾക്ക് നാശവും നമ്മളെ കൈകളാൽ അതാ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, നമ്മളെ കൈകൾ കൊണ്ട് തന്നെയാണ് നാശം. ഇതൊക്കെ ഖുലഫാഉർ റാഷിദുകളുടെ ആ മാതൃക, ഞാൻ പറഞ്ഞു വരുന്നത് ആ സിദ്ദീഖ് എന്ന ആ മാതൃക പിൻപറ്റി നമ്മൾ ജീവിക്കുക. എന്നാൽ ആ സിദ്ദീഖുകളുടെ പേരിൽ സമൂഹത്തിലുണ്ടായ അവർ പോലും മുഅ്മിനീങ്ങളല്ല, മുസ്ലിമീങ്ങളല്ല എന്നല്ലേ. സിയാക്കളെന്ന് റസൂലുള്ളാഹിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, സലാം ചെല്ലാൻ വേണ്ടി പോവില്ല സിയാക്കളിൽ വലിയൊരു വിഭാഗം. എന്താ കാരണം? അസ്സലാമു അലൈക്കും എന്നാണ് പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ 2 മീറ്റർ പുറത്താണല്ലോ ഉമറുൽ ഖത്താബും അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഖത്താബും ഉള്ളത്. ഞാൻ സലാമറ്റ അങ്ങോട്ട് എത്തിയാലോ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകണ്ടെന്നാണ് പറയാം. റസൂലുള്ളാഹിക്ക് പോലും സലാം ചെല്ലാൻ പോകില്ല. അബൂബക്കർ സിദ്ദീഖിനോടും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ദേഷ്യം കണ്ടില്ല നിങ്ങൾ? എന്തിനാ ദേഷ്യം? ദീനിൻ്റെ പേരിലാ ദേഷ്യം. അപ്പം ഈ ദീനിൻ്റെ പേരിലുള്ള ഈ കസവിശയും ദേഷ്യവും ഉണ്ടല്ലോ, ഇത് ഇസ്ലാമിൻ്റേതല്ല, അത് സിദ്ദീഖുകളുടേതല്ല, അത് സഹാബത്തിൻ്റേതല്ല, അത് ആരോ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധതയുടെ കൃത്യമായൊരു മാർഗത്തിൽ ജീവിക്കാൻ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. MSM ഈദ് കിസ്വയെ പറ്റി ഒരു കത്ത്, പെരുന്നാളിന് ഒരു കുട്ടിക്ക് ഒരു വസ്ത്രം, പാവപ്പെട്ടൊരു കുട്ടിക്ക് ഒരു വസ്ത്രം, അതിന് ഒരു കുട്ടിക്ക് ഉള്ള ഒരു ഉടുപ്പിന് 1000 ഉറുപ്പിക വിലയാക്കി ഇവിടെ പിരിക്കുന്നുണ്ട്. നിങ്ങൾ 1000 ഉറുപ്പ്യല്ലേ നമ്മളെ കുട്ടികൾക്കൊരു ഒരു ഉടുപ്പ് വാങ്ങാൻ, ഒരു മേലുടുപ്പ് വാങ്ങാൻ പോലും അതിലേറെ ചിലവാക്കുന്നില്ലേ? നമ്മളെ കൈകൊണ്ട് ഏതെങ്കിലും ഒരു സാധുക്കുട്ടി, നമ്മളറിയാത്തൊരു സാധുക്കുട്ടി, നമ്മളറിയാത്തൊരു കുട്ടി പുത്തനുടുപ്പുമായി പോകട്ടെ. ആ കുട്ടി സ്കൂളിൽ ഇനി തുറന്ന് ചെല്ലുമ്പോൾ, ജോമ്പ് കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ, എനിക്കും ഉണ്ടടാ ഉടുപ്പ്, എനിക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കുമുണ്ട് എന്ന് പറയാൻ നമ്മളെ കുട്ടികൾക്ക് കഴിയട്ടെ. അതിന് നിങ്ങൾ ഈദ് കിസ്വയ്ക്ക് വേണ്ടി സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ജീവിക്കാനും മരിക്കാനും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അസ്സലാമു അലൈക്കും.